തീർച്ചയായിട്ടും ആർ സി എമ്മിന്റെ ആ ഒരു എന്താ പറയാ സുവർണ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നും പുതിയ ആളുകൾ ആർ സി എം കുടുംബത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ എക്സൈറ്റ്മെന്റ് ന്യൂസുകളാണ് നമുക്ക് കിട്ടുന്നത്. കാരണം മാറ്റം അനിവാര്യം എന്നാണ് ആ സ്ലൈഡിനകത്ത് പറഞ്ഞിരിക്കുന്നത്. മാറ്റം അനിവാര്യം. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മേ ബി ഒരു 4-5 വർഷത്തിനുള്ളിൽ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റുമുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ ഒന്ന് വീക്ഷിച്ചാൽ അറിയാം. ഒരു പക്ഷേ നമുക്കതൊന്ന് ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ല. ദശാബ്ദങ്ങളായി നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും മാറി മറിഞ്ഞ് ഇപ്പൊ അതില്ല. നമ്മുടെ അനിക്സ്പ്രേ പോലെ ആയിപ്പോയി, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുവാൻ. പക്ഷേ ഇത്തരത്തിൽ എന്തൊക്കെ മാറാൻ പോകുന്നു എന്നുള്ളത് സത്യത്തിൽ നമ്മളൊരു ആശങ്കയോട് കാണേണ്ടതാണ്. അപ്പോ നാം എത്ര ഭാഗ്യമുള്ളവരാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആർ സി എമ്മിന്റെ ഉണ്മ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഉണ്മ, ആ മലയാള വാക്കിന്റെ ഇംഗ്ലീഷ് എന്താന്ന് എനിക്ക് കൃത്യമായിട്ട് പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ല. ആർ സി എമ്മിന്റെ ഉണ്മ എന്താന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാഭാഗ്യമാണ് ആർ സി എമ്മിനെ കുറിച്ച് അറിയാനും ആർ സി എമ്മിൽ വരാനും ആർ സി എമ്മിന്റെ നേട്ടങ്ങൾ ആസ്വദിക്കാനും ഒക്കെ കഴിയുന്നത്. ആർ സി എമ്മിൽ വരുന്നത് കൊണ്ടോ കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുകൊണ്ടോ ആർ സി എമ്മിന്റെ ഡിസൈൻ രൂപകൽപ്പന അനുസരിച്ചുള്ള നേട്ടം നമുക്ക് കിട്ടും എന്ന് പറയാൻ കഴിയില്ല. സത്യത്തിൽ എത്ര ആളുകളുടെ ജീവിതമാണ് ട്രാൻസ്ഫോം ചെയ്യുന്നറിയോ. കഴിഞ്ഞ മാസം നമ്മുടെ ഓരോ മാസവും നമ്മൾ കടന്നു പോകുമ്പോൾ ബിസിനസ് ക്ലോസിംഗ് എന്നാണ് നമ്മൾ ഒരു പേര് പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യത്തിൽ ബിസിനസ് ആർ സി എം ബിസിനസ് എന്ന് മേലാൽ ആരും പറയരുതെന്നാണ് TCG വരുന്നത്. അഭിയാൻ എന്ന് പറയണം. ആർ സി എം അഭിയാൻ എന്ന് പറഞ്ഞാൽ, അഭിയാൻ എന്നുള്ള ഹിന്ദി വാക്കിന്റെ അർത്ഥം എല്ലാവർക്കും നേട്ടം ഉണ്ടാകുന്നതിന് വേണ്ടി ഒരേ ലക്ഷ്യത്തോടു കൂടി കുറെ ആളുകൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഒത്തുചേർന്ന് പ്രവർത്തിക്കുക. അതിനെയാണ് അഭിയാൻ എന്ന് പറയുക. എൻ്റെ ഒരു ഡെഫിനിഷൻ ശരിയായിട്ട് പറയണമെങ്കിൽ മനസ്സിലാക്കണം, എല്ലാവർക്കും ഗുണം കിട്ടുന്ന കാര്യം ഒരേ മനസ്സോടുകൂടി ഒരേ ലക്ഷ്യത്തോടു കൂടി കുറെ ആളുകൾ ഒരുമിച്ച് ചെയ്യുന്നു. ആ ചെയ്യുന്ന ആളുകൾക്ക് വ്യക്തിപരമായ താല്പര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാവരുത്. എൻ്റെ പിൻലെവലോ എൻ്റെ വരുമാനങ്ങളോ എൻ്റെയോ എൻ്റെ ടീമിൻ്റെയോ നേട്ടങ്ങൾ ആവരുത്. മറിച്ച് ഈ നന്മ പരമാവധി ആളുകളിലേക്ക് പരമാവധി വേഗത്തിൽ എത്തിക്കുക എന്നുള്ളതായിരിക്കണം. അതാണ് ആക്ച്വലി ആർ സി എമ്മിന്റെ ലക്ഷ്യം. അതാണ് നമ്മുടെ രൂപാന്തര യാത്ര അതിൻ്റെ രഥത്തിലും അതിൻ്റെ കവാടത്തിലൊക്കെ എഴുതി വെച്ചിരുന്ന ആ 3 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇതാണ് സേവ, സ്വാസ്ഥ്യ, സംസ്കാർ. ഹിന്ദിയിൽ സേവ എന്ന് പറഞ്ഞാൽ സേവനം, സ്വാസ്ഥ്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യം, സംസ്കാർ എന്ന് പറഞ്ഞാൽ സംസ്കാരം. അപ്പം എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും ഗുണം ചെയ്യുന്ന കാര്യം ചെയ്യുക, അതിനെയാണ് സേവനം എന്ന് പറയുക. ആ സാധാരണഗതിയിൽ സേവനം ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ആർജിതമായ സമ്പത്ത് വിനിയോഗിച്ചുകൊണ്ട് വേണം സേവ ചെയ്യാൻ, അല്ലെ? ഇപ്പോൾ ചൂടുകാലത്ത് ആർക്കെങ്കിലും കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുക്കണമെങ്കിൽ അതിനൊരു കുടില് കെട്ടി വെച്ച് പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് കോരി കൊടുക്കാൻ ഒരാളെ വെച്ചു, അല്ലെ? അതിനുവേണ്ടി ചെറിയ ഒരു പണമെങ്കിലും നമുക്ക് ചെലവാക്കേണ്ടി വരും. ഇത് ആരുണ്ടാക്കിയതായിരിക്കണം? ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണഗതിയിൽ ഒരു സേവ എന്ന് പറഞ്ഞാൽ ഒരാൾ ആർജിച്ച അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ആർജിച്ച പണം ഉപയോഗിച്ചുകൊണ്ട് വേണം അവിടെ മറ്റുള്ളവർക്ക് ഗുണത്തിന് വേണ്ടി ചെയ്യാനായിട്ട്. പക്ഷെ ഇവിടെ ഈ ഒരു ആശയം കൈമാറ്റം ചെയ്യുന്നതിലൂടെ ഒത്തിരി ആളുകൾക്ക് ഗുണം കിട്ടും എന്ന് മാത്രമല്ല, അത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതിനെയാണ് യഥാർത്ഥത്തിൽ അഭിയാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഭിയാൻ എന്ന ആ ഒരു സങ്കല്പത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കാനെന്ന്. ഇനി നമ്മൾ അങ്ങനെ ഉൾക്കൊണ്ടില്ലെങ്കിലും ഇത് പ്രവർത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആകും. അതിൻ്റെ ഡിസൈൻ അങ്ങനെയാണ്. പക്ഷെ പല ആളുകളും ഇത് അറിയാത്തത് കൊണ്ട് അവനവന്റെ നേട്ടം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കുറച്ച് മാത്രം, വളരെ ചെറിയ അളവിൽ മാത്രം നേട്ടം ഉണ്ടാക്കുന്നു. ഒരു ആർ സി എം വണ്ടികൾക്കൊക്കെ തൊട്ട് മുമ്പിൽ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് വണ്ടി എഞ്ചിൻ ഓഫ് ചെയ്യാതെ ഓടി വന്നിട്ട് പറയാണ്, എനിക്ക് ഒരു പാക്കറ്റ് ഹെൽത്ത് കാർഡും ഒരു പാക്കറ്റ് ആട്ടയും വേണം, വേഗം തരണം, തീരെ സമയമില്ല. എന്താ കൃഷ്ണേട്ടാ അങ്ങനെ പറയാൻ കാരണം? ആൾക്ക് ഒരു ആട്ട ഉപയോഗിക്കണം, ഒരു ഹെൽത്ത് കാർഡ് ഉപയോഗിക്കണം. ആ നന്മ മറ്റൊരാൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല. അവിടെ ഇരിക്കുന്ന മറ്റു സാധനങ്ങളും ഇതുപോലെ എനിക്ക് ആവശ്യമുള്ളതാണ്, ഗുണം ചെയ്താണ്, നോക്കണം എന്നുള്ള താല്പര്യം പോലും ഇല്ല. ഞാൻ പറയുന്നത്, ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടുന്ന ആളുകളെ ഒന്ന് പിടിച്ചു നിർത്തി, സഹോദര ഇതുകൂടെ ഒന്ന് കേൾക്കൂ, ഇങ്ങനെ തിരക്കിട്ട് പോയിട്ട് കാര്യമില്ല,
നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഓടുന്നത് അതെല്ലാം ഇവിടുന്ന് കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സമയം വേണം. അദ്ദേഹത്തെ പറഞ്ഞ് കേൾപ്പിക്കാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാക്കണം. അതാണ് RCM ലക്ഷ്യം വെക്കുന്നത്. അതാണെന്ന് TCG പറഞ്ഞത്. ലോകത്ത് എവിടെയാണ് സ്വർഗം എന്ന് ചോദിച്ചാൽ ആളുകൾ പറയണം, ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗം കാണണമെങ്കിൽ ഭാരതത്തിൽ പോകണം, ഇന്ത്യയിൽ പോകണം എന്ന് പറയണം. ആ തരത്തിൽ RCM നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യയിൽ 146 കോടി ആളുകൾ ഉണ്ടാവും കണക്കനുസരിച്ച്. 140 സെൻസസ് പ്രകാരം. അതിനുശേഷം ഓരോ വർഷവും ജനസംഖ്യയിൽ ഉണ്ടാകുന്ന വർധനവ് കണക്കിലെടുത്താൽ ഏകദേശം 146 കോടി ആളുകളുണ്ട്. കഷ്ടിച്ച് 4 കോടി ആളുകൾ മാത്രമേ RCM കുറിച്ച് കേട്ടിട്ടുള്ളൂ. കുറെ ലക്ഷങ്ങൾ മാത്രമേ അതിനകത്ത് ആക്റ്റീവായിട്ടുണ്ടെന്ന് പറയാൻ കഴിയൂ. അപ്പോഴേക്കും നമ്മൾ എത്ര വലിയ രീതിയിൽ വളർന്നിരിക്കുന്നു, സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിൽ. 25 വർഷം കൊണ്ട് ഗുഡ് മോർണിംഗ് ടു ഗുഡ് നൈറ്റ്, സൈനിങ് ഇൻ ഓൺ അനദർ ഡിവൈസ്, അലൗ, യെസ്. നമ്മൾ സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിൽ വളർന്നു. അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ വന്നിട്ടുള്ള ആൾക്ക് അത് മനസ്സിലാകൂ. കാരണം തുടക്കത്തിൽ അല്ലെങ്കിൽ കുറച്ച് കാലം മുമ്പ് ആളുകൾ കരുതിയിരുന്നത് എന്താണോ അതിനേക്കാൾ എത്രയോ കൂടുതൽ വളർന്നിരിക്കുന്നു. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇപ്പൊ നമ്മൾ ഗിരീഷ് സാറെ ഏതാണ്ട് 795 800 പേരോളമായി. ഇനി ഒരു 10-200 പേരുടെ വരും. അവർ വന്നാൽ സൂം പ്രോഗ്രാമിൽ വീഡിയോ ഓൺ ചെയ്ത് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ശ്രദ്ധിക്കും. ശ്രദ്ധാപൂർവം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധിക്കുന്നവനാണ് അറിവ് കിട്ടുക. ഇതിനകത്ത് ബാക്കി വീഡിയോ ഓൺ ചെയ്യാതിരിക്കുന്ന ആളുകൾ, വീഡിയോ ഓൺ ചെയ്യാത്തത് അവർക്ക് പൂർണ്ണമായിട്ട് ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. വേറെ എവിടെയെങ്കിലും അവർ ശ്രദ്ധിക്കുന്നുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട ചില കാര്യം ഞാൻ പറയുമ്പോൾ അവരുടെ ശ്രദ്ധ അവിടെ പോയാൽ അവർക്കത് കിട്ടാതെ വരും. അപ്പോ മുഴുവൻ അറിവ് നേടാതെയുള്ള പ്രവർത്തനം നമുക്ക് നല്ല ഫലം തരില്ല. മുഴുവൻ അറിവ് നേടിക്കൊണ്ട് ശ്രദ്ധയോടുകൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനം നമുക്ക് വലിയ ഫലങ്ങൾ തരും. ആ ഫലമാണ് യഥാർത്ഥത്തിൽ നമുക്ക് RCMൽ കിട്ടേണ്ടത്. ഓക്കെ. അപ്പൊ എൻ്റെ പേര് നാരായൺ മൂർത്തി. ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലിയിലിരിക്കെ 2005 ഈ സിസ്റ്റത്തിൽ നമ്മുടെ എല്ലാം ഗ്രേറ്റ് അപ്ലൈനും എയർഫോഴ്സിലെ എൻ്റെ സുഹൃത്തുമായിരുന്ന ഗോപകുമാർ സാർ മുഖാന്തരമാണ് ഞാൻ RCMനെ പരിചയപ്പെടുന്നത്. അന്ന് RCM എന്ന് പറയുന്ന 3 അക്ഷരം, റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്, ഹിന്ദിയിൽ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ആർത്ഥിക ആസാദി കാ അഭിയാൻ എന്നാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു പ്രയാണം. അന്ന് ഇത് പറയുമ്പോൾ എയർഫോഴ്സ് യൂണിറ്റിൽ ബാംഗ്ലൂർ ഞങ്ങളുടെ പരിചയക്കാരായ ഭൂരിപക്ഷം മലയാളികളും ഇതിനെ എതിർത്തിരുന്നു. കാരണം ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് എന്നാണ് അന്ന് പരിചയപ്പെടുത്തിയിരുന്നത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണെന്നാണ്. അപ്പോൾ വളരെ ചെറുപ്പത്തിലെ തന്നെ എനിക്ക് ജോലി കിട്ടി. ഒരു 18 വയസ്സ് കഴിയുമ്പോൾ തന്നെ എൻ്റെ ജീവിത പശ്ചാത്തലം, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, എൻ്റെ വാസപ്രദേശം ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും ചെറിയ പ്രായത്തിൽ അത്രയും നല്ലൊരു ഗവൺമെന്റ് ജോലി കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ഭാഗ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനപ്പുറം എനിക്ക് വേറെ താല്പര്യങ്ങളൊന്നുമില്ല എന്നുള്ളതായിരുന്നു എൻ്റെ നിലപാട്. ഞാൻ മുമ്പ് പല സ്റ്റേജിലും പറഞ്ഞിട്ടുള്ളതാണ്. വിവാഹം കഴിക്കുന്ന സമയത്ത് വധു ഒരു സയൻസ് ഗ്രാജുവേറ്റ് വിത്ത് BEd ആയിരിക്കണം എന്നൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. കാരണം എയർഫോഴ്സ് യൂണിറ്റുകളൊക്കെ വലിയ സിറ്റികളിലായിരിക്കും. അവിടെയൊക്കെയുള്ള പബ്ലിക് സ്കൂളുകളിൽ ഒരു ജോലി കിട്ടാൻ അവസരം ഉണ്ടാവും. അങ്ങനെ വന്നാൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് 2 വരുമാനം വീട്ടിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക, ഒരു സന്തുഷ്ട കുടുംബം ആയിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ള ഒരു ചെറിയ സ്വാർത്ഥത. അങ്ങനെ തന്നെയാണ് വിവാഹം നടന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയ സമയത്ത് തന്നെ എൻ്റെ വൈഫിന് അഖിലേക്ക് അവിടെയുള്ള സ്കൂളിൽ ജോലി കിട്ടി. 1 2 3 സ്കൂളിൽ മാറി മാറി ജോലി കിട്ടി. അങ്ങനെ അവസാനം എയർഫോഴ്സ് സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ഓപ്ഷൻ എൻ്റെ മുമ്പിൽ വരുന്നത്. ഞാൻ പറഞ്ഞത് മറ്റുള്ളവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു സൗകര്യം സാമ്പത്തികമായി എനിക്കുള്ളത് കൊണ്ട് ഈ പാസീവ് ഇൻകം എന്ന് പറയുന്നതിന് ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിന് നിരന്തരമായ എന്താ പറയുക, ശല്യപ്പെടുത്തൽ എന്ന് നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ ഡയറക്ട് സെല്ലിങ്ങിന്റെ ടെക്നോളജി വെച്ച് പറയുമ്പോൾ അതിന് ശല്യപ്പെടുത്തലിന് പറയുന്നതാണ് ഫോളോ അപ്പ്, എഫക്റ്റീവ് ഫോളോ അപ്പ്. ആ ഫോളോ അപ്പിന്റെ ഫലമായി ഞാൻ മനസ്സില്ലാ മനസ്സോടെ RCMൽ മെമ്പർഷിപ്പ് എടുത്തു. 1500 രൂപ കൊടുത്ത് 3 പാന്റിന്റെയും ഷർട്ടിന്റെയും തുണി വാങ്ങിച്ചുകൊണ്ടാണ്
ഞാൻ 2005 മെമ്പർഷിപ്പ് എടുക്കുന്നത്. പാൻറ് ഷർട്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ എൻ്റെ കയ്യിലുണ്ട്. ഇത് വാങ്ങിച്ചാൽ തയ്ക്കാനുള്ള തയ്യൽ കൂലിയും കൂടെ വേണം. വീണ്ടും ഒരു അനാവശ്യ ചെലവാണ്. അത്ര എനിക്ക് ചെലവ് ആക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് സത്യത്തിൽ ഞാനത് വാങ്ങിക്കായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വിധേയനായി ഞാനിത് എടുത്തു. എന്താ ഇത്ര കാര്യമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ? ഇന്ന് വന്നിരിക്കുന്ന കുറേ ആളുകൾ ഉണ്ടാവും. നിങ്ങൾ ഇതിനെ കമ്പയർ ചെയ്യണം. 2005 1500 രൂപ കൊടുത്ത് 3 പാൻറ്റിന്റെ ഷർട്ടിന് തുണി ആവശ്യമില്ലാഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചത് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. അല്ലാതെ നെറ്റ്വർക്കിന്റെ സാധ്യതയോ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടോ കമ്പനി ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടോ പാസീവ് ഇൻകത്തിന്റെ സാധ്യത എന്താണെന്ന് മനസ്സിലാക്കിയിട്ടോ അല്ല, ജസ്റ്റ് ടു പ്ലീസ് ഹിം. പക്ഷേ ഏകദേശം ഒരു 5-8 മാസത്തിന് ശേഷം എനിക്ക് ഒരു ഇൻകം വന്നു. അന്ന് നിത്യോപയോഗത്തിന് ഉപയോഗിക്കാവുന്ന കഷ്ടിച്ച് 8-10 ഉൽപ്പന്നങ്ങളേ ഉള്ളൂ. ബാംഗ്ലൂർ തന്നെ ആർസിഎമ്മിന്റെ ഔട്ട്ലെറ്റ് ഇല്ല. 34 കിലോമീറ്റർ ദൂരെയാണ് ഒരു ഔട്ട്ലെറ്റ് ഉള്ളത്. അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വിധേയനായി ഒരിക്കൽ ഞാൻ അവിടെ പോകാനിടയായി. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വീടിന്റെ ഒരു എന്താ പറയാ അബാൻഡൻഡ് ഗാരേജ് എന്ന് വേണം പറയാൻ. വണ്ടി ഇടാനുള്ള സൗകര്യമാണ്, പക്ഷെ അതിനകത്ത് വണ്ടിയൊന്നുമില്ല. ഒരു ഷട്ടർ ഇട്ട് അടച്ചിട്ടിരിക്കുന്നു. അതിനകത്ത് 2 റാക്കിൽ കുറച്ച് സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് കുറച്ച് ആളുകളിൽ നിന്ന് ലിസ്റ്റൊക്കെ വാങ്ങിച്ച് അവർക്കൂടെ വേണ്ടി ഒരു 10,000-20,000 രൂപയുടെ സാധനം മേടിക്കാനാണ് ഞാൻ പോയത്. പക്ഷെ വെറും 750 രൂപയുടെ സാധനം എനിക്ക് കിട്ടിയിരുന്നു. എന്ന് വെച്ചാൽ അലക്കാനും കുളിക്കാനും കുറച്ച് സോപ്പ്, വാഷിംഗ് പൗഡർ, ചന്ദനത്തിരി, തേയിലപ്പൊലി, പിന്നെ പൗഡർ, എന്താ പറയുക, ടോയ്ലറ്റ് ക്ലീനിങ്, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് ക്യാൻറ്റീനിൽ കിട്ടുന്നതാണ്. ക്യാൻറ്റീൻ CST ക്യാൻറ്റീൻ. മാർക്കറ്റിൽ സാധാരണക്കാർക്ക് കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് CST ക്യാൻറ്റീനിൽ ജോലി സമയത്ത് തന്നെ കിട്ടാമെന്ന സാധനം കിട്ടും. പിന്നെ എന്തിനാ ഇത് വാങ്ങിക്കാൻ പോകുന്നത്? അപ്പോൾ ആ മെമ്പർഷിപ്പ് ഉള്ളത് അങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് പോയതാണ്. അങ്ങനെ ഒറ്റ പ്രാവശ്യം മാത്രമേ ഈ 5-6 മാസത്തിനിടയ്ക്ക് ഞാനൊരു ഔട്ട്ലെറ്റ് കാണാൻ പോയിട്ടുള്ളൂ. എൻ്റെ വീട്ടിൽ ഈ കിറ്റ് കൊണ്ടുവന്ന് തന്ന എൻ്റെ അപ്പലൈൻ, അത് ഗോമാർ സാർ ആയിരുന്നില്ല, മറ്റൊരാളായിരുന്നു. അദ്ദേഹം എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കിറ്റൊക്കെ തന്ന് എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം വളരെ ഭവ്യതയോടുകൂടി ഇതിൻ്റെ ഒരു വലിയ ഫ്യൂച്ചറൊക്കെ പറഞ്ഞുകൊണ്ടാണ് എനിക്കിത് കൊണ്ടു തന്നത്. ഞാനതിന് അത്ര വലിയ പരിഗണനയൊന്നും കൊടുത്തില്ല. വീട്ടിൽ വന്ന ഒരാളോട് മര്യാദയ്ക്ക് പെരുമാറണം എന്നുള്ളതുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ വളരെ സന്തോഷമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് ചായയൊക്കെ കൊടുത്തു. അദ്ദേഹം ചായയൊക്കെ കുടിച്ച് അന്ന് ഫോം ഫില്ല് ചെയ്ത് വാങ്ങിക്കണം. അങ്ങനെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു കാർഡും അതിൻ്റെ ഒരു കൗണ്ടർ ഫോയിലും കൂടെ നമുക്ക് തരും. അതും ഈ കിറ്റും കൂടെ കയ്യിൽ എടുത്ത് പിടിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഏതാണ് കിഴക്ക് വശം? ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇത്? കിഴക്കോട്ട് തിരിഞ്ഞ് വേണം നിങ്ങൾക്ക് തരാൻ. എനിക്ക് സത്യത്തിൽ ചിരിയാണ് വന്നത്. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ. അങ്ങനെ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് അദ്ദേഹം എന്നെ തന്നു. ഞാനത് മേടിച്ചു സന്തോഷമായിട്ട് ആ ടീപ്പോയിൽ വെച്ചു. അദ്ദേഹം ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ആ കയറി വരുന്ന റൂമിൽ ഒരു കട്ടിലുണ്ടായിരുന്നു. ആ കട്ടില് ഒരു ഇരിപ്പിടമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കട്ടിലാണെന്ന് അറിയാത്ത വണ്ണം ബെഡ്ഷീറ്റൊക്കെ ഇട്ട് മറച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടെ ഈ പ്രോഗ്രാമിൽ ഏകദേശം 200 പേര് വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നുണ്ട്. ഈ 200 പേരെ വീഡിയോ കാണാൻ പറ്റുന്ന ആളുകൾ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. എനിക്ക് വളരെ എക്സൈറ്റ്മെന്റ് ആണ് തോന്നുന്നത്. എത്ര പേരാണെന്നറിയോ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ശരിക്കും ഉത്സാഹത്തോടു കൂടി ഇത് കേൾക്കുമ്പോൾ നിങ്ങളത് ഫീൽ ചെയ്യണം. അല്ലാത്ത ആളുകൾ എന്താ പറയുക, മുഴുവനായിട്ട് വീഡിയോ ഓൺ ചെയ്യാത്ത ആളുകൾക്ക് ഒരു പക്ഷേ അതിൻ്റെ ഒരു ഫീൽ കിട്ടിയെന്ന് വരില്ല. എന്തായാലും നിങ്ങൾ ആലോചിച്ച് നോക്കുക, 1000-ഓളം ആളുകളുണ്ട്. നിങ്ങൾ ഹാളിൽ പ്രോഗ്രാമിലാണ് കാണുന്നതെങ്കിൽ സംസാരിക്കുന്ന ആൾ ഒരു സ്റ്റാമ്പ് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ ഇമോഷൻസ് ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഗ്രീൻ റൂമിൽ, നിങ്ങളുടെ തൊട്ടടുത്തിരുന്ന് സംസാരിക്കുന്ന ഒരു പ്രതീതി. അതുപോലെ എനിക്കും കാണാം 10-200 പേരെ വളരെ ക്ലോസ് ആയിട്ട്. ചില ആളുകൾ, അതും ഞാൻ കാണുന്നുണ്ട്, ചില ആളുകൾ ഇത് TV-യിൽ കണക്ട് ചെയ്തിട്ടാണ് കാണുന്നത്. കാരണം മൊബൈലിലല്ല, അത് മൊബൈല് നേരെ TV-യിൽ കണക്ട് ചെയ്ത് കാണാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ വീട്ടിലിരുന്ന് എല്ലാവർക്കും കൂടെ കാണാൻ പറ്റും. ഞാൻ അന്ന് അദ്ദേഹം ഇത്ര ഭവ്യതയോടുകൂടി ഇത്ര ബഹുമാനത്തോടെ തന്നപ്പോൾ എനിക്ക് അതിനകത്തൊരു തമാശയാണ് തോന്നിയത്. ആ സാധനം ഞാൻ വാങ്ങിച്ച് ആ കട്ടിലടിയിലേക്ക് തള്ളിവിട്ടു. വീട്ടിൽ കട്ടിലുള്ളവരൊക്കെ ഒന്ന് നോക്കുക കട്ടിലടിയിൽ എന്താ ഉള്ളതെന്ന്, അല്ലേ കമലം മാഡം? മിക്കവാറും എല്ലാവരുടെയും കട്ടിലടിയിൽ ഇരിക്കുന്ന ആവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കും. വർഷങ്ങളായിട്ട് എടുത്തു നോക്കാത്ത സാധനങ്ങൾ കട്ടിലടിയിൽ നോക്കും. അങ്ങനെ ഒരു സാധനമായിട്ട് ഞാൻ കരുതുള്ളൂ. ഞാനത് കട്ടിലടിയിലേക്ക് തട്ടിവിടുകയാണ് ചെയ്തത്. പക്ഷേ ഈ 5-6 മാസത്തിന് ശേഷം എനിക്കൊരു വരുമാനം വന്നപ്പോൾ അന്ന് വന്നത് അതൊരു ചെക്കായിട്ടാണ് വരുന്നത്. അങ്ങനെ ആ ചെക്ക് വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിലേക്കാണത് ഒന്ന് വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അത് ചെക്കാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായി.
അവിടുന്ന് അത് വീണ്ടും റീഡയറക്ട് ചെയ്ത് തപാലിൽ എനിക്ക് അയച്ചു തന്നു. ഞാനത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഗോകുമാർ സാറിനെ വിളിച്ചു പറഞ്ഞു. അന്ന് ഇതുപോലെ ഫോണും വാട്സപ്പും ഒന്നും ഇല്ല. നിങ്ങൾ ആലോചിക്കണം, ഇറ്റ് വാസ് ഇൻ 2005, 20 വർഷം പിറകിലാണ്. ആ സമയത്തൊക്കെ എന്തായിരുന്നു നമ്മുടെ സമൂഹത്തിൽ നടന്നിരുന്ന കാര്യങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു STD ഫോൺ കോൾ ചെയ്യണമെങ്കിൽ മൊബൈലുള്ള ആളുകൾ തന്നെയാണ് ചുരുക്കമാണ്. അതിൽ മൊബൈലിലേക്ക് ഇൻകമിംഗ് കോളിന് പൈസ കൊടുക്കേണ്ട കാലം ഉണ്ടായിരുന്നു. SMS ഇതിന് പൈസ കൊടുക്കുന്നു. STD ചെയ്യണമെങ്കിൽ 3-4 റേറ്റാണ്. രാത്രി 11 മണിക്ക് ശേഷം രാവിലെ 5 മണിക്കുള്ളിൽ ക്വാർട്ടർ റേറ്റിലൊക്കെ പോയി ഫോൺ ചെയ്യുന്ന സമയമാണ്. ആ കാലത്താണിത്. അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്നേ താങ്കളോട് പറഞ്ഞതാണ്, ഇപ്പോൾ എനിക്ക് 5 ഫിഗർ കഴിഞ്ഞിരിക്കുന്നു എനിക്ക് മന്ത്ലി കിട്ടുന്ന ഇൻകം. ഞാൻ പറഞ്ഞു, ഐ കാൺ ബിലീവ് ഇറ്റ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം. അദ്ദേഹത്തിന് അന്ന് വരെ കിട്ടിയ കമ്മീഷന്റെ ഒരു കളർ സിറോക്സ് ഫയലാക്കിക്കൊണ്ട് തന്നെ കാണിച്ചു. 11,700 സംതിങ് ആയിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ ഹയസ്റ്റ് ഇൻകം. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ വരുമാനം വരുന്നത്? എൻ്റെ അറിവിൽ അന്ന് വരെ നേരായ വരുമാനത്തിന്റെ 3 മാർഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ: ജോലി, കൃഷി, ബിസിനസ്. 4മതൊരു മാർഗം വരുമാനത്തുള്ളതായിട്ട് എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഇങ്ങനെ വന്നപ്പോൾ ഒരു കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലേക്കാണ് ചെക്ക് മുഖാന്തരം വന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് വൈറ്റ് മണി. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണ് വരുന്നത്? കാരണം എയർഫോഴ്സിലെ ജോലി എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ജോലി കിട്ടാൻ പാടാണ്, കിട്ടിയാൽ പണിയില്ല എന്നൊക്കെ ആള് പറയും. പക്ഷെ പട്ടാളത്തിൽ അങ്ങനെയല്ല. കിട്ടാനും പാടാ, കിട്ടിക്കഴിഞ്ഞാൽ അതിലും പാടാ. അത് പട്ടാളത്തിൽ പോയിട്ടുള്ളവർക്കറിയാം. ഓക്കെ. അപ്പോ അത്രയും കഷ്ടപ്പെട്ടൊരു മാസം ജോലി ചെയ്തിട്ട് കിട്ടുന്ന വരുമാനവും ശമ്പളവും ഇതിൽ നിന്ന് കിട്ടിയതും കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് വാസ് റിയലി അമേസിങ് ഫോർ മീ. ഞാൻ പറഞ്ഞു, ഓക്കെ, ഇതെന്താന്ന് നോക്കട്ടെ. അങ്ങനെ എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മീറ്റിംഗിൽ പങ്കെടുക്കണം. മീറ്റിംഗിൽ പങ്കെടുത്താലേ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, എയർഫോഴ്സിൽ ജോലിയുള്ള ആള് ഇതുപോലൊരു പരിപാടിയുടെ മീറ്റിങ്ങിനൊക്കെ പോകുന്നത് ശരിയാണോ? അദ്ദേഹം പറഞ്ഞു, അതല്ലാതെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവില്ല. കാരണം എന്താ? മാസങ്ങളായി എന്നോട് പറയുന്നു, ഞാൻ കേൾക്കാൻ തയ്യാറായില്ല. ഇനി അദ്ദേഹം എന്നോട് പറഞ്ഞാലും ഒന്ന് പറയുമ്പോൾ 2 എണ്ണം അങ്ങോട്ട് നമ്മൾ ചോദ്യം ചോദിക്കും, നമ്മുടെ ന്യായം പറയും. ശരിയല്ലേ? അങ്ങനെ 1 to 1 ഒരാൾക്ക് കാര്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒത്തിരി സമയം കൂടുതൽ വേണ്ടി വരും. അതിന് പകരം ഒരു മീറ്റിംഗിൽ പോയി അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ കാര്യം മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മീറ്റിംഗിൽ പോകണം. ഏതായാലും എൻ്റെ ഒരു ക്യൂരിയോസിറ്റി, ഈ സൈറ്റ് കാണാൻ അദ്ദേഹം എനിക്ക് RCMന്റെ വെബ്സൈറ്റ് എഴുതി തന്നൊരു കടലാസിൽ www.rcmbusiness.com. എന്നിട്ട് എൻ്റെ ID നമ്പറും പാസ്വേഡും എനിക്ക് എഴുതി തന്നു. കാരണം എനിക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടൊരു എന്താണ് പറയുക, നെറ്റ് കഫേ അല്ലേ, അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് അവിടുത്തെ ആളോട് പറഞ്ഞു, എനിക്ക് ഒരു കമ്പ്യൂട്ടർ ഒന്ന് നെറ്റ് ഓൺ ചെയ്ത് തരണം. അദ്ദേഹം പറഞ്ഞു, ഓൺ ചെയ്തോളൂ. ഞാൻ പറഞ്ഞു, എനിക്ക് അറിയില്ല. അങ്ങനെ കമ്പ്യൂട്ടർ അദ്ദേഹം ഓൺ ചെയ്ത് ഈ സൈറ്റ് എടുത്ത് എനിക്ക് ഓപ്പൺ ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ IDയും പേരും ഞാൻ കണ്ടു. RCM ബിസിനസ് എന്നുള്ള കണ്ടു. അതിനകത്ത് കുറച്ച് ലോഗോ കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ അദ്ദേഹം പറഞ്ഞു എന്തൊക്കെയാണ് നോക്കേണ്ടത്. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ശേഷം ധാരാളം ആളുകൾ RCMൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ട്രീ കണ്ടു. അത്രേ എനിക്ക് നോക്കാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ അവിടുന്ന് തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ പേര് ഞാൻ എഴുതാതെ, അഥവാ RCMൽ എൻ്റെ പേര് വൈഫിൻ്റെ പേരിലാണ് കൊടുത്തിരിക്കുന്നത്. വൈഫിൻ്റെ പേര് ഞാനോ നമ്മൾ ആരും എഴുതാതെ ഒരു വെബ്സൈറ്റിൽ കണ്ടു. ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കി. സുഹൃത്തുക്കളെ, അവിടുന്ന് തുടങ്ങിയതാണ് പ്രയാണം. ഇന്ന് എവിടെയാ എത്തി നിൽക്കുക നമ്മൾ? ഏകദേശം 30 കോടിയിൽ പരം രൂപയുടെ ടേൺ ഓവർ ഒരു മാസം നടക്കുന്നു. ഗുഡ് മോർണിംഗ് ടു ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ് ടു ഗുഡ് നൈറ്റ്. എല്ലാ സെഗ്മെന്റ് ഉൽപ്പന്നങ്ങളും RCMലുണ്ട്. ആലോചിച്ച് നോക്കി RCMന്റെ വളർച്ച. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ വിചാരിച്ചതിനേക്കാൾ എത്രയോ വലിയ രീതിയിലാണ് RCM വളരുന്നത്. 2011 ഞാനും ഗോകുമാർ സാറും അദ്ദേഹത്തിന്റെ ടീമിലെ തന്നെ മറ്റൊരു ലീഡറും കൂടെ വിൽവാരയിൽ പോയി 3 ദിവസം അവിടെ തങ്ങി നമ്മുടെ RCMന്റെ ഉപജ്ഞാതാവായ TCG ആയിട്ട് കുറച്ചു നേരം സംസാരിക്കാൻ ഇടവന്നു. 3 ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തപ്പം അദ്ദേഹം ഇതുവരെയുള്ള RCMന്റെ ജേർണിയും RCM എങ്ങോട്ടാണ് പോണതെന്നൊക്കെ പറയാനിടയായി. അന്ന് അദ്ദേഹം പറഞ്ഞു, അന്ന് ഒത്തിരി ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു RCMല്. എന്തിനു പറയാം, ഇൻവെർട്ടർ, ബാറ്ററി, ഇൻവെർട്ടറും അതിനുള്ള ബാറ്ററിയും, അതുപോലെ ഒരു പവർ സേവർ, പിന്നെ വാട്ടർ പ്യൂരിഫയർ,
അങ്ങനെ ആഫ്റ്റർ സർവീസ് ആവശ്യമുള്ള കുറേ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ട്രെയിനിങ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫിറ്റിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് കേരളത്തിലുടനീളം ഞാൻ നടന്നിട്ടുണ്ട്. ഈ വാട്ടർ പ്യൂരിഫയർ ഫിറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് ഇൻവെർട്ടർ പല സ്ഥലങ്ങളിലും ഇൻവെർട്ടറും ബാറ്ററിയൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അടുത്ത കാലം വരെ നമ്മുടെ റോബി ബിൻസാറിന്റെ വീട്ടിൽ അത് ഉപയോഗിച്ചിരുന്നു, ഇൻവെർട്ടറും ബാറ്ററിയൊക്കെ. അന്ന് അദ്ദേഹം പറഞ്ഞു, ഈ ആഫ്റ്റർ സർവീസ് ഉള്ള സാധനങ്ങളൊക്കെ നെറ്റ്വർക്കിലൂടെ കൊടുക്കുന്നത് പിന്നീട് നമുക്ക് വലിയ തലവേദന ഉണ്ടാക്കും. മാത്രമല്ല ആർസിഎമ്മിന്റെ ലക്ഷ്യം അതൊന്നുമല്ല, ജനങ്ങൾക്ക് ആരോഗ്യം കൊടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായ ചില പദ്ധതികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞൊരു ഒരു ഫയൽ അദ്ദേഹം കാണിച്ചു. അന്ന് എൻ്റെ ഓർമ്മ, അദ്ദേഹം പറഞ്ഞത് 22 സപ്ലിമെന്റ്സ് നമ്മൾ പൈപ്പ് ലൈനിലുണ്ടെന്നാണ്. സപ്ലിമെന്റ് എന്നുള്ള വാക്ക് ഞാൻ ആദ്യമായിട്ട് അവിടെ നിന്നാണ് കേൾക്കുന്നത്. എന്താണ് സപ്ലിമെന്റ് എന്ന് എനിക്ക് മനസ്സിലായില്ല. വെൽനസ്, ഹെൽത്ത് കെയർ എന്നൊക്കെ പറഞ്ഞു. കാരണം ഇതൊന്നും ഒരു സാധാരണക്കാരൻ്റെ പരിചയത്തുള്ള കാര്യങ്ങളല്ല. അസുഖം വന്നാൽ, അസഹനീയമായാൽ ഒരു ഡോക്ടറെ അടുത്ത് പോവുക, അതല്ലാതെ ഒരു സാധാരണക്കാരന് ആരോഗ്യത്തെക്കുറിച്ച് യാതൊരു പിക്ചറും ഇല്ല. ഇന്ന് നമ്മൾ നോക്കുക, ആരോഗ്യത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അല്പസ്വല്പം അറിവുണ്ടെങ്കിൽ അത് ആർസിഎംകാർക്കാണ്. വേറെ ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഒരു ദിവസം എത്ര വെള്ളം കുടിക്കണം, നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ എത്ര വേണം, വൈറ്റമിൻസ് മിനറൽസ് എത്ര വേണം, ഇന്ത്യയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എത്ര പേർക്ക് ഹീമോഗ്ലോബിൻ കുറവുണ്ട്, ഹീമോഗ്ലോബിൻ എത്രയാണ് വേണ്ടത്, അത് കിട്ടാൻ എന്ത് ചെയ്യണം, ഇതൊക്കെ ആരാ പറഞ്ഞു കൊടുക്കുന്നത്? രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയ്ക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ ആളുകൾക്ക് സമയമില്ല. ഇതാ ഇപ്പൊ ഇലക്ഷന്റെ സമയമാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, ആൾക്ക് ആർസിഎമ്മിൽ ഒരു ഐഡിയ ഉണ്ട്. ഈ അടുത്ത ദിവസം എടുത്ത ഐഡിയ ആണ്. ഇതുപോലെ നിർബന്ധത്തിന് വിധേയനായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ, നല്ല ഉൽപ്പന്നങ്ങൾ, ആരോഗ്യദായകമായ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നതാണ്. അടുത്തുള്ള ആർസിഎം ഷോപ്പിൽ പോയി വാങ്ങണം. വീട്ടുകാരായാലും കൂട്ടിക്കൊണ്ടുപോയി, വൈഫിനെയൊക്കെ കൂട്ടിക്കൊണ്ട് വാങ്ങിച്ചാൽ ആവശ്യമുള്ള സാധനങ്ങൾക്ക് അവിടുന്ന് വാങ്ങിക്കാം. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും, ചെലവ് കുറയും. അതിലുപരി ഇത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളായ അതിൻ്റെ ഗുണമൊക്കെ കിട്ടും. അപ്പോൾ പുള്ളി വളരെ സൗമ്യമായിട്ട് എന്നോട് പറഞ്ഞു, കാര്യമൊക്കെ ശരിയാണ്, ഇപ്പൊ ഇലക്ഷന്റെ സമയമാണ്. ഇലക്ഷൻ വർക്കിന് പോയാൽ രാത്രി 11 മണി 11:30 ആവും തിരിച്ചു വരുമ്പോൾ. ഭയങ്കര തിരക്കാണ്. എനിക്ക് സത്യത്തിൽ ഭയങ്കര സഹതാപം തോന്നി. ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിക്കാൻ പോലും അദ്ദേഹത്തിന് ചാൻസ് കിട്ടുന്ന ഓരോ ഉറപ്പും ഇല്ല. എത്ര പാഷനേറ്റ് ആയിട്ടാണ് ഇതിന്റെ പുറകെ ആളുകൾ പോകണമെന്ന് ആലോചിച്ചു. പക്ഷെ അവർക്ക് തലമുറകളോളം രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ വിളിച്ചാൽ തിരിഞ്ഞു നോക്കില്ല. ആര് വിളിച്ചാലും ശരി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെയൊക്കെ വേണ്ടപ്പെട്ടവരായ ബന്ധുക്കളായ സുഹൃത്തുക്കളായ ആളുകളെ വിളിച്ചാൽ ഒരെണ്ണം തിരിഞ്ഞു നോക്കുകയല്ല, അല്ലേ? നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ചങ്ക് കരളാന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ നിങ്ങൾ ആർസിഎം ജോയിൻ ചെയ്യാൻ പറയും, എന്ത് പറയും? അതൊഴിച്ച് വേറെ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. ഇത് മാത്രം എന്നോട് പറയും. എന്തോ വലിയ ശത്രുത പോലെയാണ് അവരുടെ വിചാരം. ഇതിനകത്ത് ആർസിഎം മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അവർ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മളെന്തോ കോടീശ്വരനോ മറ്റോ ആയി പോകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? എടാ, ഇപ്പം നിനക്കൊരു ഗുണമുണ്ടാകുന്ന കാര്യമാണെന്ന് പറഞ്ഞ് വിളിച്ചാൽ പോലും തിരിഞ്ഞു നോക്കാൻ അവർ തയ്യാറല്ല. ആർസിഎം എത്ര വേഗത്തിലാണ് വളരുന്നത് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഈ പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ ഇതാ ഇതിനകത്ത് 1000 പേരായി കഴിഞ്ഞു. വളരെ വേഗം വളരുകയാണെന്ന് പറഞ്ഞാൽ ഇന്നും ഇന്നലെ വന്ന ആളുകൾക്ക് ഈ വളർച്ച വല്ലതും മനസ്സിലാവുമോ? ആർസിഎമ്മിൽ വന്നിട്ട് 1 വർഷമാകാത്ത ഒത്തിരി ആളുകൾ ഇപ്പൊ ഈ പ്രോഗ്രാമിലുണ്ട്. അങ്ങനെയുള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? ആർസിഎമ്മിൽ ജോയിൻ ചെയ്ത് 1 വർഷമാകാത്ത ആളുകൾ, ലെസ് ദാൻ 1 ഇയർ, അങ്ങനെയുള്ള ആളുകൾ സൂം പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത് ശീലമുണ്ടെങ്കിലേ ഡിജിറ്റൽ ഹാൻഡ് റൈസിങ് അറിയാൻ പറ്റുള്ളൂ. അല്ലാത്ത ആളുകൾ ഇരുന്ന് കൈപോക്കുന്നുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ്. നിങ്ങളുടെ ഡിവൈസിൽ താഴെ ഒരു 3 കുത്തുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയാ, നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. റിയാക്ഷൻ ലാപ്ടോപ്പിൽ വരും, അതിൽ ഹാൻഡ് റൈസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ എഴുതിയാലും മതി. പക്ഷെ ഇതൊന്ന് പഠിക്കണം. അതാ ഞാൻ പറഞ്ഞത്, ഈ മാറ്റം അനിവാര്യം. നിങ്ങൾ സൂം പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ നിങ്ങളുടെ റിമാർക്സ്, നിങ്ങളുടെ റിയാക്ഷൻസ് കൊടുക്കണം, തംസപ്പ് എങ്ങനെ കൊടുക്കണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എന്നെ ചാറ്റ് ബോക്സിൽ എങ്ങനെ ചെയ്യണം, നിങ്ങളുടെ മൈക്ക് എങ്ങനെ അൺമ്യൂട്ട് ചെയ്യണം, നിങ്ങളുടെ വീഡിയോ എങ്ങനെ അൺമ്യൂട്ട് ചെയ്യണം, നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്ത് എങ്ങനെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ പഠിക്കണം. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഇത് അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ആർസിഎമ്മിൽ നിന്ന് കിട്ടുന്ന അത്രയും അറിവ് അത് വെറും അറിവല്ല, അസാധ്യമായ നോളജാണ്. അത് നമുക്ക് കിട്ടുന്ന അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പം
1000 പീപ്പിൾ, 1000 പേര് പങ്കെടുക്കുന്നു. ഈ 1000 പേര് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ പോയാൽ നിങ്ങളൊരു VIP അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ ഇരിക്കേണ്ടി വരും? നിങ്ങൾ ഏറ്റവും പുറകിലായിരിക്കും ഇരിക്കുന്നത്. ഒച്ച മാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂ. പക്ഷെ ഞാൻ പറയുന്നു, RCMന്റെ തെക്കേണ്ടിൽ ഏറ്റവും എന്താ പറയുക അറിയപ്പെടുന്ന ലീഡർ നിങ്ങളുടെ ഗ്രീൻ റൂമിൽ വന്നിരുന്ന് നിങ്ങളോട് പറയുന്ന ആ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. 1500 രൂപ കൊടുത്തൊരു ഉൽപ്പന്നം വാങ്ങിച്ചുകൊണ്ട് RCM മെമ്പർഷിപ്പ് എടുത്ത എൻ്റെ ടീമിന്റെ ഇന്നത്തെ ടേൺ ഓവർ 30 കോടിയാണ്. ആ 30 കോടിയുടെ ടേൺ ഓവർ നടന്നില്ലായിരുന്നെങ്കിൽ അതിന് പകരം മാർക്കറ്റിൽ ആളുകൾ വാങ്ങി ഉപയോഗിക്കുന്ന ഉൽപ്പന്നത്തിന്റെ വില കുറഞ്ഞത് 50 കോടി വരുമായിരുന്നു. 20 ക്രോർ, 20 കോടിയുടെ ലാഭമാണ് ഞാനും നിങ്ങളും ചേരുന്ന എൻ്റെ ചെറിയ ടീമിന്റെ പ്രവർത്തന ഫലമായിട്ട് ഓരോ മാസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് RCMകാർക്ക് മാത്രം ഉണ്ടാകുന്ന ലാഭമാണോ? അല്ല. RCMന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന അനവധി ഉപഭോക്താക്കൾക്കും കൂടെ ചേർന്ന് കിട്ടുന്ന ലാഭമാണ്. അതായത് 5000 PBയിൽ കൂടുതൽ മന്ത്ലി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന ധാരാളം ആളുകളിൽ കൂടെ ഉണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും സെയിൽ ചെയ്യുന്നു. 10,000 PB, 25,000 PB, 50,000, 1,00,000 PBയുടെ ഒക്കെ സാധനങ്ങൾ വാങ്ങിച്ച് വിൽക്കുന്ന ആളുകളുണ്ട്. ചിലർ വീട് വീടാന്തരം കൊണ്ട് കൊടുക്കും, ചിലർക്ക് കടകളുണ്ട്, പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന RCM അസോസിയേറ്റ് ബയേഴ്സ് അല്ലാത്ത ആളുകളുണ്ട്. അവരുടെയും നമ്മുടെ എല്ലാവരുടെയും ചേർന്നുള്ള മാർക്കറ്റിലെ പ്രൊഡക്റ്റും RCM പ്രൊഡക്റ്റും നമ്മുടെ വില വ്യത്യാസം മാത്രം ഞാൻ പറഞ്ഞത് 20 ക്രോർ. ആലോചിച്ച് 20 കോടി ഒരു സാധാരണക്കാരന്റെ ജീവിതകാലം മുഴുവൻ ഉണ്ടെങ്കിൽ അവർക്ക് സമ്പാദിക്കാൻ പറ്റുമോ? ഒരു സാധാരണക്കാരെന്ന് പറയുമ്പോൾ ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു ജോലിക്കാരന് പോലും 20 കോടി രൂപ ശമ്പളമായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെയല്ലേ ബാക്കി? ഒരു മാസം നമ്മുടെ ടീമിന്റെ അറിയാതെ കിട്ടുന്ന ലാഭമാണ്. ഈ ലാഭം എവിടെയാണ് പോകുന്നത്? 386 രൂപ കൊടുത്തൊരു ആശീർവാദ് വാങ്ങിക്കേണ്ട സ്ഥാനത്ത് 265 രൂപയ്ക്ക് 5 കിലോ RCMന്റെ ആട്ട വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ലാഭമുണ്ടല്ലോ, ആ ലാഭം അവരുടെ പോക്കറ്റിലിരിക്കുന്നു. 100 രൂപ കൊടുത്തൊരു കോൾഗേറ്റിന്റെ ഹെർബൽ ടൂത്ത് പേസ്റ്റ് വാങ്ങിക്കുന്നതിന് പകരം 51 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 46 രൂപ കൊടുത്തൊരു ഹെർബൽ ടൂത്ത് പേസ്റ്റ് RCMൽ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഡിഫറൻസ് ആണ് ഞാൻ ഈ പറഞ്ഞ 20 കോടി. അതുകൊണ്ട് തീർന്നില്ല. ഈ 30 കോടിയിൽ ഏകദേശം ഒരു 15 കോടിയുടെ PV വരും. അതിൻ്റെ 45%വും ഈ 30 കോടി ടേൺ ഓവർ കൈകാര്യം ചെയ്യുന്ന ഔട്ട്ലെറ്റുകൾക്ക് കൊടുക്കുന്ന കമ്മീഷനും കൂടെ കൂട്ടുമ്പോൾ ഏകദേശം ഒരു 10-12 കോടി രൂപ ആളുകൾക്ക് ഓരോ മാസം വരുമാനമായിട്ട് കൊടുക്കുന്നു എൻ്റെ ടീമിൽ. എത്ര വലിയ ഇൻഡസ്ട്രിയാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഞാനാണോ നടത്തുന്നത്? നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്നതാണ് സലീം സാറേ, എൻ്റെ മാത്രമല്ല. ഇറ്റ് ഈസ് യുവേഴ്സ് ടു. TCJ പറഞ്ഞെന്താണ്? മേ മാലിക്കും ഈ ഇൻഡസ്ട്രിയുടെ ഉടമസ്ഥരാണ് നമ്മളെല്ലാവരും. ശരിയല്ലേ? ഈ 50 കോടി ടേൺ ഓവർ മാർക്കറ്റിൽ നടന്നാൽ അതിൽ നിന്നൊരു കൊച്ചു കാശ് നമുക്ക് കിട്ടുമോ? ആരെങ്കിലും എന്തെങ്കിലും തരുമോ? ഈ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആളുകൾ ആലോചിച്ച് നോക്കുക. ദശാബ്ദങ്ങളായി വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊടുത്ത് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു വീട്ടിലേക്ക്. നമ്മുടെ വീടിന് അടുത്തുള്ള ഒരു സാധാരണ പലചരക്കടയിൽ നിന്നാവാം, ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നാവാം. പക്ഷെ ഇത്രയും കാലം ഉൽപ്പന്നം വാങ്ങിച്ചു എന്നുള്ള നിലയ്ക്ക് ആരെങ്കിലും ഒരു പൈസയെങ്കിലും നമുക്ക് തിരിച്ചു തന്നിട്ടുണ്ടോ? എന്തൊരു അത്ഭുതമാണ്. ഓരോ 6 മാസവും നിങ്ങൾ ഉൽപ്പന്നം തുടർച്ചയായിട്ട് വാങ്ങിച്ചാൽ ഓരോ 6 മാസം കഴിയുമ്പോഴും നിങ്ങൾക്ക് RCM ഉൽപ്പന്നങ്ങൾ സമ്മാനമായി തരുന്നു. സൗജന്യമെന്ന് ഞാൻ പറയില്ല, അത് സൗജന്യമല്ല. നിങ്ങൾ RCMന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന്, പ്രൊമോട്ട് ചെയ്തതിന് നിങ്ങൾക്ക് RCM തരുന്ന സമ്മാനമാണത്. അങ്ങനെ 5000 രൂപയുടെ ഉൽപ്പന്നങ്ങളും 10,000-12,500 രൂപയും ക്യാഷായിട്ട് ഓരോ 6 മാസം കഴിയുമ്പോൾ വാങ്ങിക്കുന്ന ആളുകൾ എത്ര പേരുണ്ടെന്നറിയും. ഇത് ഇന്ത്യയിലെ 146 കോടി ആളുകൾക്കും നേടാവുന്നതാണ്, കിട്ടാവുന്നതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ അവരൊന്നും അറിഞ്ഞിട്ടില്ല. ഭാഗ്യവശാൽ, മഹാഭാഗ്യവശാൽ നമ്മളൊക്കെ അറിഞ്ഞു. ഇതിൽ അങ്ങനെ ഒരിക്കലെങ്കിലും സമ്മാനമായി ഉൽപ്പന്നങ്ങൾ കിട്ടിയ ആളുകളൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഓരോ 6 മാസം കഴിയുമ്പോഴും ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു. ഹാൻഡ് റൈസ് ചെയ്യുന്ന ആളുകളുടെ പേര് എനിക്ക് വായിക്കാൻ പോയാൽ ഇത് മുഴുവൻ വായിച്ചു തീർക്കേണ്ടി വരും. പക്ഷെ എന്തിനാ ഇത് ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞറിയോ? ഇതിനകത്ത് ഹാൻഡ് റൈസ് ചെയ്യാത്ത ആളുകൾ, കിട്ടാത്ത ആളുകൾ ആര് മുഖാന്തരമാണോ RCMലേക്ക് വന്നത്, ഇപ്പൊ തന്നെ അവരെ വിളിക്കണം. ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ അവരെ വിളിച്ച് ചോദിക്കണം, സുഹൃത്തെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടെന്ന് നിങ്ങൾ എന്നോട് എന്താ പറയാത്തത്, എന്നോട് എന്തു വിരോധമുള്ളതെന്ന് ചോദിക്കണം. ചോദിച്ച് മനസ്സിലാക്കണം. വീട്ടിലേക്ക് ആവശ്യമുള്ള സർവ്വ ഉൽപ്പന്നങ്ങളും RCMൽ തന്നെ വാങ്ങണം. മല്ലി, മുളക്, മഞ്ഞൾ, മസാല, സോപ്പ്, പേസ്റ്റ്, വാഷിംഗ് പൗഡർ എന്ന് തുടങ്ങി സർവ്വ സാധനങ്ങളും. എല്ലാവരും വീട്ടിൽ ചെരുപ്പ് ഉപയോഗിക്കുന്നു, സ്ലിപ്പർ ഉപയോഗിക്കുന്നു, അല്ലേ? എല്ലാവരുടെയും വീട്ടിൽ ബെഡ്ഷീറ്റ് ഉണ്ട്, ടവലുണ്ട്,
ഡ്രസ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇന്ന് ആർസെമ്മിന്റെ വെബ്സൈറ്റ് പരിഷ്കരിച്ചു സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടു കാണും, എത്ര മനോഹരമാണ്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് അടിപൊളി ടെക്നോളജി, എന്താ പറയുക, ലേറ്റസ്റ്റ് ടെക്നോളജിയോട് കൂടിയാണ് ആർസെമ്മിന്റെ സൈറ്റ് വന്നിരിക്കുന്നത്. അതിന്റെ അപ്ഡേഷൻസ് എന്താ പറയുക, ഒരു ഫൈനൽ ടച്ചപ്പിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ പറഞ്ഞ ടെക്നിക്കൽ ചെസ് പ്രോഗ്രാമിൽ വെച്ച് സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അഖില മാഡം പറയുന്നുണ്ടായിരുന്നു, സാരികളുടെ ലിസ്റ്റ് എടുത്തപ്പോൾ ഏതാണ്ട് 2000-ലധികം സാരികൾ എണ്ണിയത്രേ. ആർസെമ്മിന്റെ വെബ്സൈറ്റിൽ ഓൺലൈൻ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ 2000-ലധികം സാരികൾ. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു സെഗ്മെന്റ് മാത്രമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു ലാപ്ടോപ്പ് സംഘടിപ്പിക്കണം, ഇന്റർനെറ്റ് സൗകര്യം നിർബന്ധമായിട്ടും വീട്ടിൽ വേണം. എന്നിട്ട് ഓൺലൈൻ ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആർസെമ്മിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നോൺ FMCG ഐറ്റംസ് എല്ലാം കമ്പനിയിൽ നിന്നാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെത്തും അബ്സൊല്യൂട്ട്ലി ഫ്രീ ആയിട്ട്. 1500-2000 രൂപയുടെ എങ്കിലും ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കണം. അങ്ങനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഫ്രീ ആയിട്ട് വരും. നോൺ FMCG ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ കമ്പനിയിൽ നിന്ന് വരും. നിങ്ങളുടെ പരിസരത്ത്, നിങ്ങളുടെ പ്രദേശത്ത് ഹോം ഡെലിവറിയുള്ള ഷോപ്പുകൾ ഉണ്ടെങ്കിൽ FMCG നോൺ FMCG അവിടുന്ന് തന്നെ വരും. അതിൽ FMCG മാത്രമേ ആ ഷോപ്പിലുള്ളെങ്കിൽ അതൊഴിച്ച് ബാക്കിയുള്ള നോൺ FMCG സാധനം കമ്പനിയിൽ നിന്നും FMCG ആ ഷോപ്പിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലെത്തും. ഹോം ഡെലിവറിക്ക് ചെറിയൊരു നിബന്ധനയുണ്ട്. 500 രൂപയിൽ കൂടുതലാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ മാത്രമേ ഫ്രീ ആയിട്ട് കിട്ടൂ. 250 രൂപയ്ക്കും 500 രൂപയ്ക്കും ഇടയ്ക്കാണ് നിങ്ങൾ ഓർഡർ എങ്കിൽ 30 രൂപ കൊടുക്കേണ്ടി വരും. 250-ൽ താഴെയാണെങ്കിൽ 50 രൂപ ഡെലിവറി ചാർജ് കൊടുക്കേണ്ടി വരും. ഇതായിരുന്നു നിബന്ധന. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഹോം ഡെലിവറി നടത്തുന്ന 100-ലധികം ഔട്ട്ലെറ്റുകൾ കേരളത്തിലുണ്ട്. 100-ലധികം ഔട്ട്ലെറ്റുകൾ, ലക്ഷക്കണക്കിന് രൂപയുടെ ഹോം ഡെലിവറി ചെയ്തുകൊണ്ട് എക്സ്ട്രാ ഇൻസെന്റീവ് വാങ്ങിക്കുന്ന PUCക്കാർ കേരളത്തിലുണ്ട്. പക്ഷേ 1800-ഓളം ആർസെമ്മിന്റെ ഔട്ട്ലെറ്റ് ഉള്ളതിൽ കഷ്ടിച്ച് 100 പേര് മാത്രമേ ഹോം ഡെലിവറി നടത്തുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മറ്റുള്ളവർ ആ അവസരം വിനിയോഗിക്കുന്നില്ല. ഒരു എക്സ്ട്രാ 4% കിട്ടാനുള്ള അവസരമുണ്ട്, അവരത് ഉപയോഗിക്കുന്നില്ല. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഔട്ട്ലെറ്റ് ഓണേഴ്സ്, POS, PUC, വണ്ടർവേൾഡ് ക്യൂക്ക്, വണ്ടർവേൾഡ് ഓണേഴ്സ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? എത്ര പേരുണ്ടെന്ന് അറിയാനാണ്. ബാബു സാർ ആദ്യം തന്നെ ഹാൻഡ് റൈസ് ചെയ്തു. ബാബു ബവാസ്, യെസ്. ധനേഷ്, ഗീത, കവിത, അനിലൻ, യെസ്. സീന, ശോക്, അനിൽ, സുരേഷ്, ജയലക്ഷ്മി, മുബാഷിർ, ഹൈറുന്നീസ, ജയ, പ്രസീത പൊന്നാട്, യെസ്. എൽദോസ് പുന്നേക്കാട്, വെരി ഗുഡ്. പത്മാക്ഷി, യെസ്. ഒത്തിരി ആളുകൾ, 1800-ഓളം. മോനിസാറിനെ ഇന്നലെ ഞാൻ അടൂര് വെച്ച് കണ്ടിരുന്നു, ഒത്തിരി കാലത്തിന് ശേഷം. വെൽക്കം സാർ, താങ്ക് യു വെരി മച്ച്. സാർ നോക്കൂ, എത്ര പേര് ഇപ്പോൾ നമ്മുടെ ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാൻ കവിത അനിൽ മാഡത്തിനെ ഒന്ന് ക്ഷണിക്കുകയാണ്. മാഡം, എന്താണ് നിങ്ങളുടെ ഓൺലൈൻ ഓർഡർ എക്സ്പീരിയൻസ് ഒന്ന് ചെറുതായിട്ട് പങ്കുവെക്കണം. കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്യാം, അല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം പെട്ടെന്ന് ഇങ്ങനെ വിളിക്കുമെന്ന് പറയാതെ വിളിച്ചത് കൊണ്ട് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ പരാതി ഒന്നുമില്ല. പക്ഷേ വീഡിയോ ഓൺ ചെയ്താൽ ഇറ്റ് വിൽ ബി ബെസ്റ്റ്. കവിത മാഡം അൺമ്യൂട്ട് ചെയ്യാവോ? താങ്ക് യു സാർ. സാറ് വീഡിയോ ഓണാക്കാനേ പറ്റില്ല, ഞാൻ പുറത്താണ്. ഓക്കെ മാഡം പറഞ്ഞോളൂ. JRCM സാർ, എന്റെ പേര് കവിത അനിലൻ, ചാലക്കുടി കുറ്റിച്ചിറയിലാണ് വീട്. ഞങ്ങള് ആമ്പല്ലൂര് ആലയങ്ങാട് എന്ന സ്ഥലത്താണ് അമ്മ RCM വണ്ടർവേൾഡ് ക്യൂക്ക് നടത്തുന്നത്. ഓൺലൈൻ ഓർഡറിന്റെ ആ ഒരു പെർമിഷൻ കിട്ടിയ അന്ന് മുതൽ ഞങ്ങളത് ഷോപ്പിൽ അത് എടുത്തു. അതിനുശേഷം ഞങ്ങൾക്ക് മിനിമം ഒരു 12,000-13,000 രൂപ മന്ത്ലി ഞങ്ങൾക്ക് അതിലൂടെ എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് സാർ. സൂപ്പർ, താങ്ക് യു. അതെങ്ങനെയാണ് ഈ എക്സ്ട്രാ കിട്ടുന്നത് മാഡം? മറ്റു ഷോപ്പുകാർക്ക് കിട്ടാതെ നിങ്ങൾക്ക് എങ്ങനെയാ 10-12,000 രൂപ എക്സ്ട്രാ കിട്ടുന്നത്? അതാണ് ആ രഹസ്യമാണ് എനിക്ക് അറിയേണ്ടത്. നമസ്കാരം സാർ. എക്സ്ട്രാ വരുമാനം കിട്ടുന്നത് നമുക്ക് ഓൺലൈനിലൂടെയാണ് ഓർഡറുകൾ വരുന്നത്. സാധാരണ നമുക്ക് ഷോപ്പിൽ വന്ന് ബില്ലടിക്കുന്നതിനേക്കാളും പുറമേ ആയിട്ട് എക്സ്ട്രാ നമുക്ക് ഓൺലൈൻ ഓർഡർ വരുന്നു. അത് നമ്മൾ ഹോം ഡെലിവറി ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓർഡർ ചെയ്തുകൊണ്ട് വീട്ടിലെത്തി, അതായത് വീട്ടുമുറ്റത്ത് തന്നെ എത്താനുള്ള ഒരു സൗകര്യമാണ് ഹോം ഡെലിവറി. അപ്പൊ അത് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതിലൂടെ എക്സ്ട്രാ വരുമാനം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. ആവറേജ് നമുക്കൊരു 10 ലക്ഷം രൂപയുടെ ടേൺ ഓവർ ഓൾറെഡി ഉണ്ട്. അതിൽ തന്നെയാണ് നമുക്ക് ഹോം ഡെലിവറി വരുന്നത്. അപ്പോ അതിനേക്കാൾ ഉപരി നമുക്ക് 9.5% ഉപരിയാണ് നമുക്ക് ഈ എക്സ്ട്രാ 4% കൂടി കിട്ടുന്നത് സാർ. ഓക്കെ, താങ്ക് യു കവിത മാഡം.
നമ്മുടെ കൂടെ ഞാൻ പറഞ്ഞില്ല 1800ഓളം ഔട്ട്ലെറ്റ് കേരളത്തിലുണ്ട്. അവർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. പക്ഷേ കുറച്ച് പേര് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. കണ്ടപ്പോൾ ഹാൻഡ് റൈസ് കൂടെ തൊടുപുഴയിലെ കുട്ടൂസ് ആർസ്യം വണ്ടർവേൾഡ് ഉടമ ഗീതാ രാജു കാണാനിടയായി. ഗീത മാഡം ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ഗീത മാഡത്തിനെ പരിചയപ്പെടുത്തുമ്പോൾ എന്തൊരു പുതിയ കാര്യം വന്നാലും വളരെ എക്സൈറ്റ്മെന്റോട് കൂടി ഒരു റിസ്ക് ഏറ്റെടുക്കാൻ ഒരു മടിയില്ലാത്ത ഒരാളാണ്. അങ്ങനെ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് മാഡം അവിടെ എന്താ പറയാ പെയിന്റ് വന്നപ്പോഴേ ടിൻഡി മെഷീൻ എടുത്തു. അത് കഴിഞ്ഞതാ ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ എന്തോ ഗുഡ് ഡോട്ടിന്റെ ഒരു ഭക്ഷണശാലയൊക്കെ തുടങ്ങിയതായിട്ട് കേട്ടു. ഹോം ഡെലിവറി ഉണ്ട്. ഇപ്പോ മറ്റൊരു മഹാഭാഗ്യം അവിടെ തൊടുപുഴക്കാരെ തേടി എത്തിയിരിക്കുകയാണ്. തൊടുപുഴ അടുത്ത് കദളിക്കാട് ആർസിമിന്റെ കേരളത്തിലെ 7ാമത്തെ ഡിപ്പോ അനുവദിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ആർസിം വളരുന്നതിനോടൊപ്പം ഡിപ്പോ വരണമല്ലോ. യെസ്, താജ് സാറ് തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്, വണ്ടി ഓടിക്കാൻ പറ്റാണോ? യെസ്. ഏതായാലും ഗീത മാഡം ഒരു 1 മിനിറ്റ് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം. JRCM, എൻ്റെ പേര് ഗീതാ രാജു. ഞാൻ 2018 ആർസിഎമ്മിൽ വന്നത്. എൻ്റെ ആർസിഎമ്മിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഓൺലൈൻ ഓർഡർ എടുക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ എത്രയാ ഒരു 1,00,000 രൂപയുടെ സാധനം ഞാൻ ഓൺലൈൻ എടുത്തു. ഓൺലൈൻ ഓർഡർ എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ വണ്ടിക്കൂലി കൊടുക്കാതെ നമ്മുടെ സാധനം എടുത്തും ഡിപ്പോയിൽ പോയിട്ട് എന്താ പറയുക, ഡിപ്പോയിൽ ഓർഡർ ഇട്ട് ഒരു ഓർഡർ വന്ന് നോക്കിക്കണ്ട. നമുക്ക് ഓണത്തിന്റെ സീസണൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് നല്ലപോലെ സെയിൽ എനിക്കതിൽ കിട്ടി. അല്ല, ഡ്രസ് ഐറ്റംസ് ആണ്. പിന്നെ നമ്മൾ ഓൺലൈൻ ഓർഡർ ഇടുമ്പോൾ നമ്മൾ പടം നോക്കി നമുക്ക് എടുക്കാലോ. അതായത് ഏത് ഐറ്റംസ് ആണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ആ ചിത്രം കണ്ടുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. കുർത്തിയൊക്കെ ആണേലും ഏത് ഐറ്റംസ് ആണേലും. പിന്നെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് വണ്ടിക്കൂലി കൊടുക്കണ്ട, അത് വേറെ തന്നെ. പിന്നെ എക്സ്ട്രാ ഇൻകം അതും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഓൺലൈൻ ഓർഡർ കൊണ്ട് നല്ല പ്രയോജനമുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ 7 മുതൽ 15 ദിവസത്തിനുള്ളിലാണ് നമുക്കത് വരുള്ളൂ. ഇപ്പോൾ ഇച്ചിരി സ്പീഡിലും കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ അടുത്ത ഓർഡർ ഇടാനായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഡ്രസ് ഐറ്റംസ് ഒക്കെ. ചില ഐറ്റംസ് ഒക്കെ നമുക്ക് എന്താ പറയാ കാണുന്ന പോലെ അല്ല, അതൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുക. അതൊക്കെ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഓൺലൈൻ ഓർഡർ മാക്സിമം എല്ലാവരും ഇടുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഗീത മാഡം. യെസ്, JRCM. അപ്പോ ഞാൻ പറഞ്ഞില്ലേ എവിടെയാണ് എത്തി നിൽക്കുന്നത് നോക്കുക. ഗീത മാഡം ഓൺലൈൻ ഓർഡറിന്റെ കാര്യം പറഞ്ഞത്, കമ്പനിയിൽ നിന്ന് PUCയിലേക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യുന്ന കാര്യം ഇപ്പം മാഡം പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞു വരുന്നത് ഹോം ഡെലിവറി ആണ്. കുഴപ്പമില്ല, ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തതിനാണ്. ഷോപ്പ് നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് ഡിപ്പോയിൽ പോയാൽ ഒന്നാമത്തെ കാര്യം ഡിപ്പോ പോകണം, അത് പ്രയാസമാണ്. പോയാൽ തന്നെ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ് ഐറ്റംസ് കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഓൺലൈൻ ഓർഡറിലൂടെ PUCയിലേക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അവിടെ എത്തുന്നത്, PUCയിൽ എത്തുന്നത്. ഒരു ടെൻഷനും ഇല്ല, സാധനം അവിടെ എത്തും. ഇഷ്ടം പോലെ ഡ്രസ് ഐറ്റംസ് ഓർഡർ ചെയ്ത് വരുത്തി കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് അറിയണമെങ്കിൽ ഇന്നലെ അടൂരിൽ തെക്കൻ കേരളത്തിലെ മധ്യ കേരളത്തിൽ ആർസിഎമ്മിന്റെ ആദ്യത്തെ വണ്ടർവേൾഡ് വന്നു. അടൂരിന്റെ ഒരു ചരിത്രം എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ ആദ്യത്തെ PUC വർക്ക് ചെയ്യുന്ന അടൂരാണ്. ഞാൻ ആ ഷോപ്പിൽ പോയിട്ടുണ്ട്. അത് ഷോപ്പ് ആ സമയത്ത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ. ഇന്ന് അതേ സ്ഥലത്ത് അവിടുന്ന് അതായത് ആ അന്ന് വർക്ക് ചെയ്യുന്ന അവിടുന്ന് ഒരു 50 മീറ്റർ തൊട്ടപ്പുറത്ത് മനോഹരമായ ഒരു വണ്ടർവേൾഡാണ് ഇന്നലെ നമ്മുടെ അടൂർ സ്വദേശി കൃഷ്ണ സ്വദേശി വണ്ടർവേൾഡ് എന്ന പേരിൽ ഗോപാൽജി ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വണ്ടർവേൾഡ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. അതിനെ അപ്ഗ്രേഡ് ചെയ്ത് വണ്ടർവേൾഡ് ആക്കിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഇന്നലത്തെ ഓപ്പണിംഗ് ഡേ സെയിലുണ്ടല്ലോ, എനിക്കൊന്ന് അദ്ദേഹത്തിന് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. 3,87,000 പ്ലസ് ആണ് ഓപ്പണിംഗ് ഡേയിലെ സെയില്. അവിടെ വന്ന ആളുകൾ മുഴുവൻ അവിടെയുള്ള നോൺ FMCG സാധനങ്ങളൊക്കെ തൂത്തു വാരിക്കൊണ്ടുപോയി. കോട്ടയം നിന്ന് സ്റ്റാർ ബാബു സാർ പറഞ്ഞു, ബാബു സാർ തന്നെ 8,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്തു എന്നാണ്. ആലോചിച്ച് നോക്കുക, ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ 1000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കാൻ പറഞ്ഞാൽ ആവശ്യത്തിന് ഇല്ലാതിരുന്ന ഒരു സ്ഥാനത്ത് നിന്ന് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും വാങ്ങിച്ച് വെച്ചിട്ട് ഒരു ഉദ്ഘാടന പ്രോഗ്രാമിൽ വന്നപ്പോൾ ബാബു സാറിന് 8,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റില്ല. അതുപോലെ വാങ്ങിച്ച് എത്ര ആളുകളാണ്. ആർസിഎം
എല്ലാ ഉൽപ്പന്നങ്ങളും കൊണ്ട് സമ്പന്നമാണ്, സമൃദ്ധമാണ്. നമുക്ക് ആ എന്താ പറയുക അനുഭവം പങ്കുവയ്ക്കാനായിട്ട് ഗോപാൽജി നമ്മളോടൊപ്പം ഉണ്ട്. ഞാൻ ഗോപാൽജിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നലത്തെ നമ്മുടെ എക്സ്പീരിയൻസും ഇന്നത്തെ ആളുകളുടെ പ്രതികരണവും ഒക്കെ ഒന്ന് അറിയാൻ ഒരു താല്പര്യമുണ്ട്. വെൽക്കം ഗോപാൽജി. താങ്ക് യു മൂർത്തി സാർ. ഇപ്പോഴും കട അടച്ചിട്ടില്ല? അടച്ചിട്ടില്ല. വാവ്, കണ്ടല്ലേ. ഇപ്പോൾ ആൾക്കാർ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. സാധനങ്ങൾ അതുപോലെ ലോഡ് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം അതിന്റെ ഒരു തിരക്കിലായിരുന്നു. എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്നലത്തെ ആ ഒരു മീറ്റിംഗ് ആളുകൾ എവിടൊക്കെ നിന്ന് വന്നെന്ന് എനിക്കറിയില്ല. കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഉള്ള പർച്ചേസിങ്. ഇന്നലെ സത്യം പറഞ്ഞാൽ ലാസ്റ്റിൽ വന്നവർക്കൊക്കെ അവര് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ നമ്മൾ കൊടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ഉണ്ടായിരുന്നതൊക്കെ എല്ലാവരും പർച്ചേസ് ചെയ്തുകൊണ്ട് പോയി. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ബിൽവാരയ്ക്ക് ഓർഡർ ഇട്ടിട്ടുണ്ട്. ഒരു 6 ദിവസത്തിനുള്ളിൽ ആവശ്യമായ സ്റ്റോക്ക് എത്തിച്ചേരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ ആവേശത്തോടെ ആയിരുന്നു ഓരോ പർച്ചേസിംഗ്. ഷൂവിന്റെ പർച്ചേസിങ് വളരെ കൂടുതലായിരുന്നു. അതുപോലെ തന്നെ ഷൂ ഐറ്റം ഒരുപാടുണ്ടായിരുന്നു, ഇപ്പോഴും ബാക്കിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലഗേജ് എനിക്ക് കിട്ടിയത് 10 എണ്ണമാണ്. അതിലെ 8 എണ്ണവും ഇന്നലെ ആ ലഗേജ് 20 സൈസും 24 സൈസും പോയി. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ഐറ്റംസ് എല്ലാം തന്നെ തുണിത്തരങ്ങളായിക്കോട്ടെ മറ്റുള്ള എല്ലാം ആവശ്യത പർച്ചേസ് ചെയ്തു. ഇന്നലെ രാത്രി 9:30 മണിക്കാണ് അടയ്ക്കുന്നത്. ഇന്നും സെയിൽ മോശമല്ലായിരുന്നു. ഇന്നും 1,10,10,000 സംതിങ് സെയിൽ ഇന്നും പോയിട്ടുണ്ട്. നാളെയും ആൾക്കാർ വരുമെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും സാധനം ഇപ്പൊ വീണ്ടും ഒരു 3 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കൂടി വന്ന് കയറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്കറിയാം എല്ലാവരും, അതായത് നമ്മുടെ എറണാകുളം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടൊരു വണ്ടർവേൾഡ് ആദ്യമായിട്ട് വരികയാണ്. അതെന്റെ ഒരു സ്വപ്നമായിരുന്നു. ഒരുപാട് പേരെ നമ്മൾ ആശ്രയിച്ച് ഒരു വണ്ടർവേൾഡ് ഇടാനായിട്ട് ആശ്രയിച്ച് 2 വർഷം മുമ്പ് അതിന്റെ ഒരു വലിയ മീറ്റിംഗ് വരെ നടത്തിയാണ്. മൂർത്തി സാറിന് അറിയാം. അപ്പോൾ അവര് അതിന് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് പിന്മാറി. അന്ന് ഞാൻ തീരുമാനമെടുത്തതാണ്, എന്തായാലും നമ്മുടെ കേരളത്തിലെ തെക്കൻ കേരളത്തിൽ ഒരു വണ്ടർവേൾഡ് കൊണ്ടുവരണം. അങ്ങനെ തീരുമാനമെടുത്തുകൊണ്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓരോ രീതിയിലും ഒരുക്കി കൂട്ടി കൊണ്ടുവന്നപ്പോൾ അതിനൊരു കറക്റ്റായിട്ടുള്ള സ്ഥലം എന്നെ ദൈവം കാണിച്ചു തന്നു എന്ന് വേണം പറയാൻ. ആ സ്ഥലം മൂർത്തി സാർ ഇപ്പൊ പറഞ്ഞ പോലെ അടൂരിലായിരുന്നു തുടക്കം, അതിന്റെ തൊട്ടടുത്താണ്. അപ്പൊ അപ്പോൾ അങ്ങനെയുള്ള ആ സ്ഥാപനം നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഒരിക്കലും ഇത് KR ഗോപാലന്റെ വണ്ടർവേൾഡ് ആണെന്ന് ആരും പറയരുത്. ഇത് RCM കേരളയുടെ വണ്ടർവേൾഡ് ആണ്. എല്ലാവർക്കും സ്വാഗതമാണ്. ഏത് രീതിയിലും നമുക്ക് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. എല്ലാവരും രക്ഷപ്പെടണം. ഈ വണ്ടർവേൾഡ് കൊണ്ട് ആയിരങ്ങളെ എനിക്ക് രക്ഷപ്പെടുത്തണം. TCGയുടെ ഒരു ചെറിയ എന്താ പറയുന്ന സേവനം, TCG വലിയൊരു സേവനമാണ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എന്നെ കഴിയാവുന്ന ഒരു സേവനം അദ്ദേഹത്തിനോട് ചെയ്തു കൊടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം. കാരണം വണ്ടർവേൾഡ് മൂർത്തി സാർ വന്ന് കണ്ടതാണ്, വന്നവരെല്ലാം കണ്ടതാണ്. അതിന് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും സൗകര്യത്തിലൂടെ സ്റ്റേജും ഇരിക്കാനും എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു. അതിന്റെ തുകയൊന്നും ഞാൻ നോക്കിയിട്ടില്ല. തുകയൊക്കെ തനിയെ വന്നുകൊള്ളും എന്നാണ് ഞാൻ മനസ്സിലായത്. TCG അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ് ഇന്നലത്തെ ആ സെയിൽ. അതുപോലെ ഇന്നും അതുപോലെ ആയിരുന്നു, നാളെയും അതുപോലെ ആയിരിക്കും എന്നുള്ളതിന് എനിക്ക് യാതൊരു തർക്കവുമില്ല. അതിന് എന്നെ സഹായിച്ച എല്ലാവരും, മൂർത്തി സാറൊക്കെ ഒരുപാട് അതിനുവേണ്ടി അതിന്റെ പുറകിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്, എനിക്കറിയാം. അതുപോലെ നമ്മുടെ കമ്പനിയുടെ സ്റ്റാഫ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒന്ന് തുടങ്ങാൻ കഴിഞ്ഞത്. കാരണം ഒരു ഡിസ്പ്ലേ വാളിൽ നിന്നും ഒരു വണ്ടർവേൾഡിലേക്ക് വരിക, അതും വെറും 5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ ഇതിലും വലിയതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങൾ കേരളത്തിൽ ഇനിയും ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊള്ളും. എന്തായാലും അന്ന് ഇവിടെ എത്തിച്ചേർന്ന് ഈ പ്രോഗ്രാം വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. ജയ് RCM, ഗുഡ് RCM. താങ്ക് യു ഗോപാൽജി. ഫസ്റ്റ് ഡേ സെയിൽ എത്രയായിരുന്നാ പറഞ്ഞത് സാറേ? 1,03,000 സംതിങ്. അത് ഇന്നത്തെ മാത്രം. ഇന്നലത്തെ ഓപ്പണിംഗ് ഡേ സെയിൽ അയച്ചു. ഓപ്പണിംഗ് ഡേയ്സ് 3,00,000
87,662. യെസ് യെസ്. ഞാൻ പറഞ്ഞപ്പോഴേ ചിലപ്പോ ആളുകൾക്ക് തോന്നിക്കാണും ഏ വെറുതെ വെറുതെ ബടായി പറഞ്ഞത്. ക്ഷമിക്കണം ഞാൻ അങ്ങനെ പറഞ്ഞതില്. കാരണം കേരളത്തിൽ 1800ഓളം ഔട്ട്ലെറ്റുകളിൽ 10-20 രൂപയുടെ മാത്രം സെയിൽ ചെയ്യുന്ന ആർസെമിന്റെ വണ്ടർവേൾ ക്യുക്കുകളുണ്ട്, വണ്ടർവേൾ ക്യുക്കൽ ഔട്ട്ലെറ്റുകളുണ്ട്. ഓക്കെ, 10-60 1 ലക്ഷത്തിൽ താഴെയും മാത്രം സെയിൽ ചെയ്തുകൊണ്ട് വാടകയ്ക്ക് പോലും നിവൃത്തിയില്ലാതെ എന്താ പറയാ, നമ്മുടെ ബോബനും മോളിയുടെ കഥയിൽ പറയുന്ന പോലെ ഓണറും ഞാൻ തന്നെയാണ്, സെയിൽസ്മാനും ഞാൻ തന്നെയാണ്, തൂപ്പുകാരനും ഞാൻ തന്നെയാണ്, അങ്ങനെ പോകുന്നതുണ്ട്. അതാ ഞാൻ പറഞ്ഞത് മാറ്റം അനിവാര്യം. ഇൻവെസ്റ്റ് മോർ. താങ്ക് യു ഗോപാൽജി. നല്ല കഴിവുള്ള ആളുകൾ ഇതിന്റെ സാധ്യത ഉൾക്കൊണ്ടുകൊണ്ട് ഈ സിസ്റ്റത്തിലേക്ക് വരുന്നുണ്ട്, ഇഷ്ടം പോലെ ആളുകൾ. അതാണ് ആക്ച്വലി ഞാൻ പറയാൻ വന്നത്. ഗോപാൽജി മാത്രമല്ല, നമ്മളോടൊപ്പം ഇപ്പോൾ വണ്ടർവേൾഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന വണ്ടർവേൾഡ് പ്രൈം, എറണാകുളത്തെ വണ്ടർവേൾഡ് പ്രൈമിന്റെ ഓണർ വിനോദ് സാറിനെ ഞാൻ വീഡിയോയിലൂടെ കണ്ടിരുന്നു. വിനോദ് സാറ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവും. വിനോദ് സാറോ സുമംഗലമാടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ആണ്, മാസം അവസാനം ഇതുപോലെ നമ്മൾ എന്താ പറയുക, കമ്പനിയുടെ പ്രത്യേകമായ സഹകരണത്തോടു കൂടിയാണ് ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ ഒരു തരത്തിൽ ആ സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്തത്. ഇന്ന് കേരളത്തിന്റെ എന്താ പറയാ, തിലകക്കുറിയായിട്ട് തന്നെയാണ് എക്സ്പീരിയൻസ് സെന്റർ അല്ലെങ്കിൽ വണ്ടർവേൾഡ് പ്രൈം എറണാകുളത്ത് സിറ്റിയിൽ നമ്മുടെ എന്താ പറയാ, സുമംഗലമാടുണ്ട്. യെസ്, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, സൗത്ത് മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്താണ്. ധാരാളം ആളുകൾ അവിടെ പോയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നൊക്കെ ആളുകൾ ഗ്രൂപ്പായിട്ട് അവരുടെ ടീമിനോടൊപ്പം വന്ന് അത് കാണാൻ വരികയും അവിടെ പ്രോഗ്രാം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സുമംഗലമാട ഒരു 2 വാക്ക്. നമസ്തേ സർ. ഞങ്ങളിപ്പോ ജസ്റ്റ് കട പൂട്ടിയിട്ട് വീട്ടിലോട്ട് പോകുന്നേ ഉള്ളൂ. ഓ, വണ്ടിയിലാണല്ലേ? ഓക്കെ, വണ്ടിയിലാണ്. ഞാനുണ്ട്, വെരി ഗുഡ് വെരി ഗുഡ്. സർ യെസ്, വിനോദ് സാറും ഇപ്പൊ എത്തും. ഓക്കെ. ഞങ്ങളിപ്പോ പ്രൈം അവിടെ 8 മണിയാണ് സമയം. എന്നിരുന്നാൽ തന്നെയും കസ്റ്റമേഴ്സ് പിന്നെയും ദൂരെ നിന്ന് വരുന്നവരൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് വരും. അപ്പൊ ഇന്നലെ ആണെങ്കിലും കോഴിക്കോട് നിന്നുള്ള സ്റ്റാർ എമറാൾഡ് സ്വരൂപ് സാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ സ്റ്റാർ പേൾ സ്വരൂപ് സാറ്. അപ്പൊ അങ്ങനെ ഏതായാലും കുറെ പേരെ, പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും പറ്റുന്നുണ്ട്. വേറെ സ്ഥലത്തുള്ള, വേറെ ജില്ലകളിലുള്ള ലീഡേഴ്സിനെ പരിചയപ്പെടാൻ പറ്റുന്നുണ്ട്. അവർക്കായിട്ട് മീറ്റിംഗ് ഹാള് നമുക്ക് ഞങ്ങൾ പറയുന്നുണ്ട്. അവരുടെ ടീം വേണമെങ്കിൽ ഇവിടെ ഒരു മീറ്റിംഗ് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം, അതിനും പറയുന്നുണ്ട്. അപ്പൊ അതിനും താല്പര്യം കാണിക്കുന്ന ആൾക്കാരുണ്ട്. അതിലും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. വിനോദ് സാർ എത്തിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ കേരളത്തിലെ വിനോദ് സാറാണ് ഞാൻ ആദ്യം വിളിച്ചത്. വിനോദ് സാറ് വന്നോ? വണ്ടിയിൽ കയറിയോ? ജസ്റ്റ് ഷോപ്പ് പൂട്ടി ഞാൻ ഇറങ്ങിയപ്പോ കാറിൽ കയറിയുള്ളൂ. ഞാൻ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അതിനെ ഒരു 5 മിനിറ്റ് ഓഫായി. ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു മാഡം. താങ്ക് യു ശ്രേയസ്. വളരെ സന്തോഷം. യെസ്, ഞാൻ പറഞ്ഞു ആർസിഎമ്മിന്റെ സുവർണ കാലഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. TCG പറയുന്നത് വി നീഡ് ഗ്രോത്ത്, വളർച്ച ഉണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ടത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഔട്ട്ലെറ്റുകളാണ്. ഡെലിവറി സെന്റർ എന്നതിനെ സൈറ്റിൽ പറയുന്ന ഡെലിവറി സെന്റർ എന്നാണ്. POS എന്ന ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് സെയിൽ എന്നാണ്. അതിൽ എല്ലാം വരും. KSO വരും, എക്സ്ക്ലൂസീവ് KSO വരും, നേരത്തെ മുതലുള്ള POCകൾ വരും, വണ്ടർവേൾഡ് ക്യുക്ക് വരും, വണ്ടർവേൾഡ് പ്രൈം വരും, ഇതെല്ലാം വരും. ഇനി അങ്ങോട്ട് ഇത്തരത്തിലുള്ള ഔട്ട്ലെറ്റിൽ എത്ര അധികം വരാൻ പോകണമെന്നറിയും. നമ്മുടെയൊക്കെ പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിപ്പോൾ പ്രത്യേകമായിട്ട് ഇങ്ങനെ സെഷൻ ചെയ്തത്. താജ് സാർ വിടുന്നില്ല കുറേ നേരം. എന്തോ സാറിന് അത്യാവശ്യമായിട്ട് പറയാനുണ്ട്. താജ് സാർ പറയൂ. സാർ ഇരുട്ടത്താണ്,
ഒരു തൊപ്പി പോലെ കണ്ടു. വണ്ടി ഓടിക്കുകയാണോ എന്ന് എനിക്കറിയില്ല, വണ്ടിയിൽ യാത്ര ചെയ്യണമെന്നല്ല. സാർ അൺമ്യൂട്ട് ചെയ്യൂ സാർ പ്ലീസ്. യെസ്. താങ്ക് യു മൂർത്തി സാർ, ക്ഷണിച്ചതിന് വളരെ നന്ദി. ഞാൻ പിന്നെ ഇടയ്ക്ക് ലൈൻ കട്ടായപ്പോഴാണ് ഹാൻഡ് റൈസ് ചെയ്ത്, സാർ ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്തതാണ്. പക്ഷെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു. എനിവേ സാറേ, കേട്ടുകൊണ്ടിരുന്നു, വളരെയധികം സന്തോഷം. സോ ഹാപ്പി ടു ഹിയർ ഓൾ ദി കമന്റ്സ്. ആൻഡ് ഇന്നലെ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ മുതൽ ചെണ്ട കൊട്ടി നമ്മളെ സ്വീകരിച്ച് പിന്നെ ഷോപ്പ് ഓപ്പൺ ചെയ്ത് ഉദ്ഘാടനം ചെയ്ത സമയം മുതൽ സ്റ്റേജിലെ പെർഫോമൻസും എല്ലാം കൂടി ജനങ്ങളങ്ങനെ കണ്ടു വല്ലാണ്ട് അമ്പരന്നിരിക്കുകയാണ്. സത്യം, ഇറ്റ്സ് എ ഫണ്ടാസ്റ്റിക് ടോക്കാണ്. എല്ലാ ലീഡേഴ്സും വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു അടൂരിലെ വണ്ടർ വേൾഡ് ഓപ്പൺ ചെയ്തപ്പം. അങ്ങനെ എന്തുകൊണ്ടും വളരെ ഹാപ്പിയാണ്. സോ ഹാപ്പി ലൈക്ക്. അതിന്റെ കൂടെ നമ്മുടെ യങ്ങായിട്ടുള്ള നാളത്തെ ഡയമണ്ട് ആകാൻ പോകുന്ന നമ്മുടെ ഡോക്ടർ ഹരിശങ്കർ സാർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ക്ലാസ് ഒക്കെ വളരെ അടിപൊളിയായിരുന്നു. ആ ഹെൽത്ത് അവയർനെസ്സും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ. പിന്നെ നമ്മുടെ വേണുഗോപാൽ സാറ്, ബാബു സാറ്, മൂർത്തി സാറ്, പിന്നെ അഖില മാഡം എല്ലാം വളരെ അടിപൊളി സംഭവമായിരുന്നു. Anyway, so happy to hear all these things again. Nestle Sarande oru motivations, we are so happy, and we are getting so much impacts to work further, and God bless us. Thank you sir, thank you very much. Thank you sir, thank you. Drive ചെയ്തോണ്ടിരുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് മാറ്റം. ആ മാറ്റം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. ഒരു നല്ലൊരു ഔട്ട്ലെറ്റ് വരിക എന്ന് പറയുന്നത് ആർസിഎമ്മിലുള്ള എല്ലാവരുടെയും സ്വപ്നമാണ്. പക്ഷേ ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ആർസിഎമ്മും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് ആശയം ഇങ്ങനെ മനസ്സിൽ വന്നപ്പോൾ അത് എല്ലാവരും ഒന്ന് പങ്കുവെക്കണം തോന്നി. 1-2 സ്ഥലങ്ങളിൽ ഞാനത് പറഞ്ഞു, ഇന്നലെയും പറഞ്ഞു. ഇന്നും ശരിക്കും അതിൻ്റെ ഒരു PPT റെപ്രസെൻറ്റേഷനോട് കൂടി വേണം ഞാനത് കാണിക്കാൻ. പക്ഷെ എന്നാലും ഞാൻ അത്രയും പ്രിപ്പയർഡ് ആയിട്ടില്ല. എന്നാലും ശരി, ഇന്നലെ ഇവിടെ ഗോപാൽജി പറഞ്ഞ പോലെ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും ഒക്കെ ആളുകൾ ഒരു ഗ്രൂപ്പായിട്ടാണ് വന്നത്. തിരുവനന്തപുരത്ത് നിന്ന്, നെടുമങ്ങാട് നിന്ന് പുതിയ ടെക്നിക്കൽ അച്ചീവർ, ന്യൂ പേൾ അച്ചീവർ ദീജ മാഡവും ടീമും ഒരു വണ്ടി വിളിച്ചാണ് വന്നത്. കണ്ണൂരിൽ നിന്നൊക്കെ എത്ര പേരാ വന്നത്? ഞാൻ നോക്കുമ്പോൾ നമ്മുടെ കരുണാകരൻ സാർ, അദ്ദേഹം റിട്ടയേർഡ് ഡെപ്യൂട്ടി കളക്ടറായിരുന്ന ആളാണ്. അദ്ദേഹം ആർസിഎമ്മിലൊരു അച്ചീവറൊക്കെയാണ്. വളരെ സജീവമായിട്ട് ആർസിഎം ഹൃദയത്തിലേറ്റ് നടക്കുന്ന ആളാണ്. കണ്ണൂരിൽ നിന്ന് അദ്ദേഹം അടൂർ വന്നു. കോഴിക്കോട് നിന്ന് നമ്മുടെ ജയസിംഗ് സാറും അതുപോലെ എംറാളിൽ വിനോദ് സാറ്, വേണു സാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ ഒത്തിരി ആളുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരു എന്താ പറയുക, ആർസിഎം ഫാമിലി മെമ്പേഴ്സ്, വളരെ ഈവൻ സീനിയർ ആയിട്ടുള്ള ലീഡേഴ്സ് ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ വന്നു. ഒരു ഉത്സവ സമാനമായ സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ പറയാൻ വന്നത്, ഇന്നലെ അവിടെ ആ ഉദ്ഘാടനത്തിന് വന്നവർ ആരെങ്കിലും എനിക്ക് ആ ഉദ്ഘാടനത്തിന്റെ ഇതൊന്ന് പങ്കുവെക്കണമെന്ന് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? എനിബഡി എൽസ്? ഇപ്പോൾ 2 പേര് 3 പേര് പറഞ്ഞു. എന്നാലും ആദ്യമായിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തവർ, ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു, എനിക്ക് അതിനെക്കുറിച്ച് 2 വാക്ക് പറയണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്കൊരു ചാൻസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ വന്ന കാര്യം പറയാം. യെസ്, ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? ഓക്കെ, ആരെങ്കിലും വരികയാണ് നമുക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. അതെ, അങ്ങനെ ആരും ഹാൻഡ് റൈസ് ചെയ്യൂ. ദൂരെ നിന്നൊക്കെ യെസ്, ഇതാ ഇഷ്ടം പോലെ ആളിരിക്കുക. വിനോദ് സാർ വിനോദ് സാർ പറയൂ. വിനോദ് തിരുവല്ല, JRCM സാർ. JRCM സാറേ, എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. RCMല് പഞ്ചസാരയില്ല, അരിയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്കുള്ള അല്ല RCM. RCM സ്വപ്നം കാണുന്നവർക്കുള്ളതാണ്. അതായത് എൻ്റെ മനസ്സിൽ തിരുവല്ലയില് ഒരു വലിയ RCM മാള് വരുന്ന ഒരു ദിവസമാണ്. അത് ഞാൻ അല്ലെ എൻ്റെ ടീമിലുള്ള ആരെങ്കിലും ആയിരിക്കും. അതിന് ഞാൻ പേര് വരെ കണ്ടുവച്ചിട്ടുണ്ട്. RCM ഗാലക്സി എന്നാണ്, അതിന്റെ പടമുണ്ട്. പെട്ടെന്ന് ഇത് ചേഞ്ച് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ ഒരു വിഷൻ ഉള്ളവർക്കുള്ളതാണ് RCM. അതായത് കാറുകൾ വരുന്ന ഒരു സിറ്റുവേഷൻ, അതുപോലെ എന്താ പറയാ, ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും, വാഷിംഗ് മെഷീൻ എല്ലാം വരും, 100% വരുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. പിന്നെ ഇന്നലത്തെ ഉദ്ഘാടനം പറഞ്ഞാൽ ഗോപാൽജി ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ വളരെ ഐശ്വര്യമുള്ള ഒരു സ്ഥലമാണ്, ഒരു പ്രിമൈസ് ആണ്.
ഗോപാൽജി സെലക്ട് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല ഒരു വണ്ടർ വേൾഡ് ആണ്. പിന്നെ അതിന്റെ ഉദ്ഘാടന സമ്മേളനം എന്ന് പറയുന്നത് ഒരു ഉത്സവമായിരുന്നു, ശരിക്കും ഒരു ഉത്സവം. അത് ഞാൻ വളരെയധികം ആസ്വദിച്ചു, ഏറ്റവും മുന്നിലിരുന്നു. അതിന്റെ എല്ലാ സെഷനും ഞാൻ ആസ്വദിച്ചു. പ്രത്യേകിച്ചും നമ്മുടെ യങ് ഡോക്ടർ ഹരിശങ്കറിന്റെ ആ ഒരു സെഷൻ എന്നെ വല്ലാതെ ക്യാച്ച് ചെയ്തു. ഞാൻ അതിന്റെ റിവ്യൂ ഒക്കെ പല ഗ്രൂപ്പുകളിലും ഇട്ടിട്ടുണ്ട്, വോയിസ്. കാരണം നമുക്ക് എല്ലാവർക്കും അനുവർത്തിക്കാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതിലേക്കൊന്നും ഞാൻ വിശദമായിട്ട് കടക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ. ഞാൻ ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഹരിയെ മുന്നിലാണ് ഞാൻ ഇരുന്നത്. ഞാൻ എണീറ്റ് ഷേക്ക് ഹാൻഡ് കൊടുത്തു. എന്നിട്ട് ഞാനൊരു പേര് സജസ്റ്റ് ചെയ്തു, വാർദ്ധക്യത്തിൽ നിന്ന് യുവത്വത്തിലേക്ക്. ശരിക്കും അതായിരുന്നു ആ പ്രോഗ്രാം അല്ലേ? അത് മൂർത്തി സാറിനും അഖിലാമാടത്തിനും നല്ല പ്രായമുണ്ടെന്ന് ഹരി സാർ പറഞ്ഞപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ മനസ്സിലാക്കിയത്. എന്ന് പറഞ്ഞാൽ ഈ 59 വയസ്സുകാരനായ ഞാൻ പോലും ഒരു യുവാവിന്റെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ബിസിനസ്സാണ് RCM. RCMന്റെ നല്ല ഫുഡ്, RCMൽ കിട്ടുന്ന സന്തോഷം, ഇതെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളുന്ന ആൾക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ഒത്തിരി പറയണമെന്നുണ്ട്, സമയക്കുറവുകൊണ്ട് ഞാൻ നിർത്തുന്നു. GRCM. താങ്ക് യു വിനോദ് സാർ. വളരെ നല്ല ഒരു റിവ്യൂ ആ പ്രോഗ്രാമിനെ സംബന്ധിച്ച്. പറഞ്ഞ പോലെ സാറ് തൊട്ട് മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ എനിക്ക് അത് അദ്ദേഹം അയച്ചു തന്നു. അത് വോയിസ് എനിക്ക് അയച്ചു തന്നു, അഖിലമാടത്തിന് അയച്ചു കൊടുത്തു. അഭിപ്രായം വളരെ സന്തോഷം. ഇപ്പോ ഒരു ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് വെറും ഒരു ഔട്ട്ലെറ്റ് അല്ല. ഇനി ആദ്യം നമ്മൾ തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന എക്സൈറ്റ്മെന്റ്, ഉത്സാഹമൊക്കെ കുറച്ച് ആളുകൾക്ക് നഷ്ടമായി. അവർ വിചാരിച്ചൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ, അല്ലേ? പക്ഷെ യഥാർത്ഥത്തിൽ ഇനിയാണ് നിങ്ങൾക്ക് ഉത്സാഹം വേണ്ടത്, എക്സൈറ്റ്മെന്റ് വേണ്ടത്, ശ്രദ്ധ വേണ്ടത്. ഞാൻ പറയാൻ പോകുന്ന കാര്യം ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ഞാൻ ആദ്യമേ പറഞ്ഞു, അതാണ് തത്വം. ഓക്കെ? കാരണം ഇപ്പോഴും നമ്മൾ 1000-900 ആളുകളുണ്ട്. ബഹുഭൂരിപക്ഷം ആളുകളെയും വീഡിയോ ഓഫാണ്. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത ഒരു 3 മിനിറ്റ് നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു 1500 രൂപയുടെ ഒരു കിറ്റ് വാങ്ങിച്ചുകൊണ്ട് ഞാൻ RCMലേക്ക് വരുമ്പോൾ എനിക്കറിയാവുന്ന ഒരേ ഒരാള് ഗോപകുമാർ സാർ മാത്രമാണ്. അതിനുശേഷം ഗ്രാജുവലി ഞാൻ RCMനെ കൂടുതൽ പഠിക്കും തോറും എനിക്ക് കൂടുതൽ ആളുകളുമായിട്ട് ബന്ധമുണ്ടായി. ഞാൻ പഠിക്കും തോറും എൻ്റെ ടീം വളർന്നു. എൻ്റെ ടീമിൽ കൂടുതൽ ആളുകൾ വന്നതുകൊണ്ടാണ് ഞാൻ വളർന്നത്. അതിന് റിക്രൂട്ട്മെന്റ് ആയിരുന്നില്ല. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടാളത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ ആദ്യം വിദ്യാഭ്യാസ യോഗ്യത ഒരു മാനദണ്ഡമാണ്. പൊക്കം, വണ്ണം, തൂക്കം, പിന്നെ അതിനുശേഷം പല ശാരീരിക പരിശോധന നടത്തും. അതെല്ലാം കഴിഞ്ഞ് യോഗ്യനായ ആളെ മാത്രമേ റിക്രൂട്ട് ചെയ്യുള്ളൂ. അതാണ് റിക്രൂട്ട്മെന്റ്. പക്ഷെ RCMലേക്ക് ഒരു പരിശോധനയില്ല. 18 വയസ്സ് കഴിഞ്ഞ് എല്ലാ ഇന്ത്യക്കാരനും RCMൽ വരാം. അവരുടെ സ്വന്തമായിട്ടൊരു ഫോട്ടോ വേണം, ഒരു ID പ്രൂഫ് വേണം, ഒരു അക്കൗണ്ട് പ്രൂഫ് വേണം, പിന്നെ ഒരു മൊബൈൽ നമ്പറും. ഇത്ര ഉണ്ടെങ്കിൽ ആർക്കും RCMൽ വരാം. അത്ര സിമ്പിളാണ്. പക്ഷെ ഇതിലൂടെ പോകാൻ എവിടം വരെ പോകാൻ പറ്റും? ഈ യൂണിവേഴ്സിന്റെ അങ്ങറ്റം വരെ പോകാൻ പറ്റും. യൂണിവേഴ്സിന്റെ അങ്ങറ്റം വരെ. യൂണിവേഴ്സിറ്റി അല്ല, യൂണിവേഴ്സ്. അതിനെന്താ? പ്രപഞ്ചത്തിന്റെ അങ്ങേയറ്റം വരെ പോകാൻ പറ്റും. 25 വർഷമേ ആയിട്ടുള്ളൂ RCM തുടങ്ങിയിട്ട്. ഒരു പ്രൊഡക്റ്റിൽ തുടങ്ങി ഇന്ന് ഗുഡ് മോർണിംഗ് ടു ഗുഡ് നൈറ്റ് എല്ലാ സാധനവും ഉണ്ട്. എൻ്റെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങൾ കയറി വരുമ്പോൾ ചവിട്ടുന്ന ചവിട്ടി, ഇരിക്കുമ്പോൾ കാറ്റ് തരുന്ന ഫാൻ, കിടന്നാൽ കിടക്കുന്ന ബെഡ്ഷീറ്റ്, അങ്ങനെ തുടങ്ങി A to Z സാധനങ്ങൾ RCM ആണ്. ഇപ്പൊ വിനോദ് സാർ പറഞ്ഞ പോലെ എൻ്റെ രക്തം പരിശോധിച്ചാൽ അതിനകത്ത് ഒരു എക്സ്ട്രാ ഘടകം കാണും, RCM. അങ്ങനെ നിങ്ങളുടെ എല്ലാ രക്തത്തിൽ അഡീഷണൽ ആയിട്ടൊരു ഘടകം കൂടെ ഉണ്ടാവണം. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ 1500 രൂപ കൊടുത്ത് ഒരു കിറ്റ് വാങ്ങിച്ചുകൊണ്ട് തുടങ്ങിയെങ്കിൽ ഇന്ന് എൻ്റെ ഗ്രൂപ്പിൽ നടക്കുന്ന ടേൺ ഓവറാ ഞാൻ പറഞ്ഞ 30 കോടി. അന്ന് ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പോയ ആദ്യം പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ അല്ലെങ്കിൽ പോയ ഷോപ്പ് ഞാൻ പറഞ്ഞു ഒരു അബാൻഡൻഡ് പോർട്ടിക്കോ അല്ലെങ്കിൽ ഗാരേജിന്റെ അകത്ത് വെച്ചിരുന്ന 2 റാക്കാണ്. അതിനുശേഷം ഞങ്ങളുടെ എയർഫോഴ്സ് യൂണിറ്റിന് അടുത്ത് ഒരു എയർഫോഴ്സിലുള്ള ഒരാള്, അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ കയറി ചെല്ലുന്ന റൂമിൽ അവിടെ ഒരു ചെറിയ മേശയും 2 റാക്കും 2 കസേര ഇടാനുള്ള സ്ഥലമേ ഉള്ളൂ. ബാക്കി അതിനകത്തുള്ള റൂം സിംഗിൾ റൂം. അതിനകത്താണ് അവരുടെ പാചകവും കിടപ്പും എല്ലാം കൂടെ. അങ്ങനെ ഒരു സിംഗിൾ റൂം അക്കോമഡേഷൻ അവിടെയായിരുന്നു ഞാൻ കണ്ട 2ാമത്തെ RCM ഔട്ട്ലെറ്റ്. ഇന്നിപ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നത്? ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ചെയ്യുന്ന ഔട്ട്ലെറ്റ് ആണ് സുലഭ് വണ്ടർ വേൾഡ്, നമ്മുടെ ആലുവയിലുള്ളത്. അതുപോലെ
3 വർഷത്തോളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ചെയ്യുന്ന ഔട്ട്ലെറ്റിനുള്ള അവാർഡ് വാങ്ങിയ റബേക്ക മാഡത്തിന്റെ ബഥാനിയ വണ്ടർവേൾഡ്, കേരളത്തിലെ ആദ്യത്തെ വണ്ടർവേൾഡ് യൂണിവേഴ്സൽ വണ്ടർവേൾഡ് കോഴിക്കോട് സുരേഷ് സാറിന്റെയും ടീമിന്റെയും, അങ്ങനെ വലിയ ഔട്ട്ലെറ്റുകൾ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഒരു ഔട്ട്ലെറ്റ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് മിയർലി ആൻ ഔട്ട്ലെറ്റ്, വെറും ഒരു ഔട്ട്ലെറ്റ് അല്ലത്, അത് മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും വലിയ റീറ്റെയിൽ സമുച്ചയം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മൈജി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഔട്ട്ലെറ്റ് ഉണ്ട്, വീനസ് ഉണ്ട്, പിന്നെന്താണ്, അതുപോലെ പെട്ടെന്ന് പേര് പറയാനൊന്നും കിട്ടുന്നില്ല. ജ്വല്ലറി ആണെങ്കിൽ മലബാർ ഗോൾഡ്, അതിൽ വേണമെങ്കിൽ ജോയി ആലുക്കാസ്. ഇവരൊക്കെ എവിടെയെങ്കിലും ഒരു സിറ്റിയിൽ ആദ്യം ഒരു ഔട്ട്ലെറ്റ് തുടങ്ങുന്നു, അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ ബിസിനസ് ചെയ്ത് ഒരു വലിയ ലിമിറ്റിൽ എത്തിക്കഴിയുമ്പോൾ അവരുടെ ബിസിനസ് അവര് മറ്റൊരു സിറ്റിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യും, അല്ലെ? അങ്ങനെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും അത്തരത്തിൽ ഉള്ള ഔട്ട്ലെറ്റുള്ള ശൃംഖലയുണ്ട്. ബിഗ് ബസാർ ഒരു കാലത്ത് വലിയൊരു ഇതായിരുന്നു. അതുപോലെ ഇപ്പോൾ ലുലുമാൾ, അല്ലെ? ഒരു ലുലുമാൾ വന്നു, ഇപ്പോൾ കേരളത്തിൽ തന്നെ 3-4 ലുലുമാളായി. ഇപ്പോൾ കേരളത്തിന് വെളിയിലും പല സ്ഥലങ്ങളിലും ലുലുമാളായി. അതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു സ്ഥലത്ത് ഒരു സ്ഥാപനം കൊണ്ടുവന്നതിന് ശേഷം എന്തുകൊണ്ടാണ് വേറെ സ്ഥാപനം തുടങ്ങുന്നത്? അവിടെ എത്ര കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താലും അവിടെ വരാവുന്ന ഒരു കസ്റ്റമർ ബെൽറ്റിന് ഒരു ലിമിറ്റ് ഉണ്ട്, അല്ലെ? നമ്മളൊക്കെ ഗ്രാമപ്രദേശത്തുള്ള ആളുകൾ ചെരുപ്പ് വാങ്ങിക്കണമെങ്കിൽ എവിടെ പോകും? ടൗണിൽ പോകും. ഷർട്ട് വാങ്ങിക്കണമെങ്കിൽ, ടെക്സ്റ്റൈൽ വാങ്ങിക്കണമെങ്കിൽ ടൗണിൽ പോകും. എന്തുകൊണ്ടാണ് നമ്മുടെ ഗ്രാമപ്രദേശത്ത് ചെരുപ്പ് കടയും ടെക്സ്റ്റൈൽ ഷോപ്പും ഇല്ലാത്തത്? കാരണം അവിടെ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തൊരു സ്ഥാപനം കൊണ്ടുവന്നാൽ അവിടെ അത്രയും ടേൺ ഓവർ കിട്ടാനുള്ള സാധ്യതയില്ല, ROI കിട്ടില്ല. അതുകൊണ്ട് ROI എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് തോന്നുന്നു, അത് കിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള ഔട്ട്ലെറ്റുകൾ വരാത്തത്. ശരിയല്ലേ? അപ്പോൾ ടൗണിൽ ഒരു ഔട്ട്ലെറ്റ് വന്നു. ഇപ്പോൾ ചെന്നൈയിൽ പോയി കഴിഞ്ഞാൽ ശരവണ സ്റ്റോർ ചെന്നൈയുടെ വലിയ പ്രശസ്തമായ ഒരു ഔട്ട്ലെറ്റ് ശൃംഖലയാണ്. ചെന്നൈയിൽ തന്നെ പല സ്ഥലങ്ങളിൽ ശരവണ സ്റ്റോർ ഉണ്ട്. മാമ്പലത്തോ അവിടെ തുടങ്ങിയിട്ടാണ്, ഇപ്പം പല സ്ഥലങ്ങളിലുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛനും അമ്മയില്ലാത്ത എല്ലാ സാധനങ്ങളും അങ്ങനെയുള്ള. സാധാരണ ചെറിയ ചെറിയ ഔട്ട്ലെറ്റിൽ ധാരാളം ഉണ്ടെങ്കിലും ഇവിടെ ചെല്ലുമ്പോൾ എല്ലാ സാധനവും ഒരു കുടക്കീഴ് കിട്ടും, നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടും, പല വെറൈറ്റി കിട്ടും, പല റേഞ്ചിൽ കിട്ടും, എല്ലാ സാധനവും ഒരു കുടക്കീഴ് കിട്ടും. അതാണല്ലോ അതിന്റെ പ്രത്യേകത. അങ്ങനെ ഉണ്ടായിട്ടും അവർ മറ്റൊരു സ്ഥലത്തൊരു ബ്രാഞ്ച് തുടങ്ങുമ്പോൾ അവിടെയും അവർ ഇൻവെസ്റ്റ് ചെയ്യണം. അതേ മുതലാളി തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. ഒന്നുകിൽ പേഴ്സണൽ ആയിരിക്കും, അതല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ആയിരിക്കും, ഒരു ഗ്രൂപ്പിന്റെ ആയിരിക്കും, അല്ലെ? ഫ്യൂച്ചർ ഗ്രൂപ്പ്, ബിഗ് ബസാർ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ പല സിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഒരിടത്ത് ഇൻവെസ്റ്റ് ചെയ്തു, രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്തു, മൂന്നാമത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. പല സ്ഥലത്തും ഒരു സ്ഥലത്ത് നല്ല രീതിയിൽ വ്യാപാരം ഉണ്ടാകും, ചിലപ്പോൾ ഒരു സ്ഥലത്ത് നഷ്ടമാകും. അങ്ങനെ നഷ്ടം വരുമ്പോൾ ഈ നഷ്ടം മറ്റുള്ള സ്ഥലത്തെ ലാഭമായിട്ട് കോമ്പൻസേറ്റ് ചെയ്ത് വേണം അവർക്ക് മുമ്പോട്ട് പോകാൻ. റിലയൻസിനൊക്കെ എത്രയോ ഔട്ട്ലെറ്റുകൾ ഇന്ത്യയിലുണ്ട്, അല്ലേ? അവിടെയൊക്കെ അവരുടെ മൊത്തത്തിൽ ഒരു വർഷത്തെ റിലയൻസിന്റെ ലാഭം നോക്കുമ്പോൾ എല്ലാ ഔട്ട്ലെറ്റും കൊണ്ട് നടന്ന ലാഭവും നഷ്ടമൊക്കെ നോക്കിയിട്ടാണ് അവരതിന്റെ നെറ്റ് പ്രോഫിറ്റ് ഒക്കെ കണക്കാക്കുന്നത്. ഇതൊക്കെ കണക്കാക്കണമെങ്കിൽ, ഇതൊക്കെ നോക്കി നടത്തണമെങ്കിൽ എത്ര മാനേജർമാർ വേണം, എത്ര ഉദ്യോഗസ്ഥന്മാർ വേണം, ശരിയല്ലേ? ഞാൻ എന്താ ഇത് പറയാൻ കാരണം എന്നറിയാം, ആർസിഎമ്മിന്റെ ഔട്ട്ലെറ്റിന്റെ ഡിസൈൻ നമ്മളൊന്ന് മനസ്സിലാക്കണം. 2006 തൃശ്ശൂർ ജില്ലയിൽ ഒരു ഔട്ട്ലെറ്റ് കൊണ്ടുവരാൻ കാരണക്കാരനായത് ഞാനാണ്. ഇന്ന് ഇന്ത്യയിൽ ആർസിഎമ്മിന്റെ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ചെയ്യുന്ന ജില്ല ഏതാണ്? തൃശ്ശൂർ ജില്ലയാണ്. ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ചെയ്യുന്ന ഡിപ്പോ കേരളത്തിലാണ്. 200ഓളം ഡിപ്പോകൾ ഉള്ളതിൽ ടോപ്പ് സെയിൽ വരുന്ന 10 എണ്ണത്തിന്റെ പേരെടുത്താൽ അതിൽ 3 എണ്ണം കേരളത്തിലുണ്ട്. വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും, നമ്പർ 1 തൃശ്ശൂരാണ്, നമ്പർ 2 നമ്പർ 3യും മലപ്പുറവും നമുക്ക് ചെങ്ങന്നൂരും, അല്ലെ ചെങ്ങന്നൂരും മലപ്പുറമായിട്ട് നിൽക്കുന്നു. ബാക്കിയുള്ള 3 ഡിപ്പോകൾ ഇപ്പോ ഒരെണ്ണം കൂടെ അനുവദിച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഹൗ ഫാസ്റ്റ് വി ആർ ഗ്രോയിങ്. ഇവിടെ ഒരു ഔട്ട്ലെറ്റ് നടത്തുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കത് പറഞ്ഞു കാണിക്കുന്നതല്ല, നിങ്ങളത് കാണുമ്പോഴാണ് കുറച്ചുകൂടെ മനസ്സിലാവുക. ചെറിയൊരു സൂത്രം ഞാൻ കാണിക്കും. ഇനി അടുത്ത ദിവസം ഞാനത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങളെ കാണിക്കും. ഇതാണ് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ ഒരാള് ഒരു സ്ഥാപനം തുടങ്ങി സങ്കല്പിക്കുക. അതിനുശേഷം പല സ്ഥലങ്ങളിൽ അദ്ദേഹം അല്ലെങ്കിൽ അവരുടെ ഔട്ട്ലെറ്റ് കൊണ്ടിരുന്നു. അവിടെയൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യണം. അവിടെയൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെയൊക്കെ മാനേജ് ചെയ്യാൻ ആള് വേണം, അതിനൊക്കെ ക്രോഡീകരിക്കാൻ ആള് വേണം, കണക്ക് നോക്കണം. വലിയ ജോലിയാണത്. അതിങ്ങനെ
വളർന്ന് വളർന്ന് പോകുമ്പോൾ അവരുടെ തലവേദന വളർന്ന് വളർന്ന് വരും. അല്ലേ? ഒരു പ്രതിസന്ധി വരുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ പ്രതിസന്ധി ഉണ്ടാവും. പക്ഷേ ഇവിടെ എങ്ങനെയാണ്? തൃശ്ശൂര് 2006 ഞാനൊരു ഔട്ട്ലെറ്റ് തുടങ്ങി. ഇന്ന് കേരളത്തിൽ 1800ഓളം ഔട്ട്ലെറ്റുകളുണ്ട്. കേരളത്തിനൊഴി തമിഴ്നാട്ടിൽ ഏകദേശം 300ഓളം ഔട്ട്ലെറ്റ് ഉണ്ട്. എൻ്റെ ടീമിൽ ഒറീസയിലുണ്ട് 10-30ഓളം ഔട്ട്ലെറ്റുകൾ. പിന്നെ മറ്റെവിടെയൊക്കെയാണെന്ന് എനിക്കതിനറിയത്തില്ല. പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ വ്യാപിച്ച കിടക്കാണ്. ഞാൻ എവിടെയാ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? ഞാൻ വേറെ ഒരിടത്തും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഞാനെന്നല്ല, ആർസിഎമ്മിൽ ഒരു ലീഡർക്കും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അതിനുവേണ്ടി ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ ഈ ഔട്ട്ലെറ്റ് നടത്തുന്ന ഗോപാൽജിയെ പോലുള്ള ആളുകൾ, വിനോദ് സാറിനെ, സുമംഗല മാഡത്തെ പോലുള്ള, റബേക്ക മാഡത്തെ പോലുള്ള, സുരേഷ് സാറിനെ പോലുള്ള ആളുകൾ അവര് ഇൻവെസ്റ്റ് ചെയ്ത് നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ 1800ഓളം ഔട്ട്ലെറ്റുള്ള ആളുകൾ ഇൻവെസ്റ്റ് ചെയ്ത് നടത്തുമ്പോൾ പിന്നെ അതിന്റെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും അവർക്ക് കിട്ടുന്ന ഒരു മേൽക്കോയ്മ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് കമ്പനി ചെലവിൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു സാധാരണ അസോസിയേറ്റ് ബയർ ആർസിഎം ഒരാളെ പരിചയപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഷോപ്പിൽ പോയി സാധനം വാങ്ങിച്ച്, അല്ലേ, കൈ നല്ല വണ്ടിക്കൂലി കൊടുത്ത് അവിടെ പോയി സാധനം വാങ്ങിച്ച് കാണാനുള്ള പ്രോസ്പെക്റ്റിനെടുത്ത് പ്രൊഡക്റ്റുമായിട്ട് പോയി കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് ഈ പോകാനും വരാനുള്ള ചെലവും സമയവും ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കാം എത്രയാണ്. പക്ഷേ ഒരു ഔട്ട്ലെറ്റിലേക്ക് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാൻ ഇത്രേ പറ്റുള്ളെങ്കിൽ കടയിൽ ഇത്രയും ഉണ്ട്. കടയിലേക്ക് നമ്മൾ ഒരാളെയല്ല, ഗോപാൽജിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പരിചയം മുഴുവൻ ആളെയും വിളിക്കാം, പറയാം, അതെ ഞാൻ അടൂര് നല്ലൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് വന്ന് കാണൂ. ഗോപാൽജിക്കും കുടുംബാംഗങ്ങളിലും സുഹൃത്തുക്കളും വലിയൊരാളിലും അങ്ങോട്ട് വിളിച്ചാൽ മതി. അവർ എപ്പോഴെങ്കിലും വന്നോട്ടെ. രാവിലെ 9 മുതൽ രാത്രി 9-10 മണി വരെ അദ്ദേഹം അവിടെ ഉണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ വരുന്ന ആളുടെ ആവശ്യമനുസരിച്ചുള്ള എല്ലാ സാധനവും കാണിച്ചു കൊടുക്കാം. കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ, പ്രൊഡക്റ്റ് പരിചയപ്പെട്ടാൽ അവര് ഒരു കൊട്ട നിറച്ച സാധനം വാങ്ങിക്കും. 2000 രൂപയുടെ സാധനം വാങ്ങിച്ച് ജോയിൻ ചെയ്യാന്നുള്ള ടേം ഇനി ആരോടും പറയാൻ പാടില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇത് ആർസിഎമ്മിന്റെ ഔട്ട്ലെറ്റ് ആണ്. നടുക്കത്തെ ഔട്ട്ലെറ്റ് ആദ്യം ഒരാൾ തുടങ്ങിയെന്ന് സങ്കല്പിക്കുക. അതിനുശേഷം അദ്ദേഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ടീമിൽ എവിടെ വേണമെങ്കിലും ആളുകൾക്ക് ആർസിഎമ്മിന്റെ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ് ഈസ് ഹാപ്പനിങ്. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞെങ്കിൽ എൻ്റെ ടീമിലുള്ള ഓരോരുത്തരും 2005 കേരളത്തിലെ ആദ്യത്തെ ഔട്ട്ലെറ്റ് തുടങ്ങിയ ആൾ സുജി സാർ ഇപ്പം നമ്മുടെ ഇവിടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ടാവും. കോഴിക്കോടാണ്. ഇപ്പോഴും അദ്ദേഹം ഷോപ്പിലുണ്ടാവും. അദ്ദേഹത്തിന് ഷോപ്പ് എന്ന് പറയുന്നത് ഒരു ഹരമാണ്, ഒരു പാഷനാണ്. ഒരു ദിവസം ആ ഷോപ്പിൽ പോയില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്തൊരു ഫീലാണ്. കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഭക്ഷണം കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഒരു ദിവസം ആ ഷോപ്പിൽ പോയില്ലെങ്കിൽ, കാരണം അദ്ദേഹത്തിന്റെ എല്ലാമാണ്. 2005 മുതൽ ഇതുവരെ അദ്ദേഹത്തിന്റെ എന്താ പറയുക, ശ്വാസം പോലെയാണ് ആ ഷോപ്പ്. ആലോചിച്ച് നോക്കിയേ. അദ്ദേഹം തുടങ്ങിയ ആ ഷോപ്പിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കോഴിക്കോട് സിറ്റിയിൽ തന്നെ 1.5 കിലോമീറ്റർ ഉള്ളിലാണ് പുതിയ വണ്ടർവേൾഡ് വന്നിരിക്കുന്നത്. ആൻഡ് മെനി ഷോപ്സ് കേരളത്തിലുടനീളം. തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ ഗ്രൂപ്പായിട്ട് വണ്ടി വിളിച്ചു വന്നു സുജി സാറിന്റെ ഷോപ്പ് കാണാൻ. അതിനുശേഷം തമിഴ്നാട്ടിൽ നല്ല സ്റ്റാൻഡേർഡ് ഔട്ട്ലെറ്റ് വരാൻ തുടങ്ങി. നല്ലതൊന്ന് കാണുമ്പോൾ അതിനേക്കാൾ നല്ലതായിട്ട് എനിക്ക് തുടങ്ങണമെന്നൊരു തോന്നൽ ഉണ്ടാവുക മനുഷ്യ സഹജമാണ്. ഏതെങ്കിലും തരത്തിൽ ആർസിഎമ്മിൽ ഇൻവോൾവ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒത്തിരി ആളുകൾ ഞാനും ഒരു ഔട്ട്ലെറ്റ് തുടങ്ങാൻ പോവാണ്. ഈ കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂർ നമ്മുടെ ആള് ബിജു സാറിന്റെ ടീമിൽ ഒരു ഷോപ്പിന്റെ ഇനാഗുറേഷൻ ഞങ്ങൾ പോവുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ ഈ അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള 4 പേര്. അപ്പോൾ ഷോപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ 13 പേരാണ് പുതിയതായിട്ട് ആർസിഎമ്മിന്റെ ഷോപ്പ് തുടങ്ങാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് വരുന്നത്. ഇവരൊക്കെ ഷോപ്പ് എവിടെ തുടങ്ങും? പറഞ്ഞ് നോ പ്രോബ്ലം, എവിടെയെങ്കിലും തുടങ്ങാം. അങ്ങനെ ആയിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഹലോ, ഇന്ത്യയിൽ ആർസിഎമ്മിന്റെ ഔട്ട്ലെറ്റ് നിങ്ങളുടെ ടീമിൽ ഇങ്ങനെയാവും. ഇത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? രാത്രിയിൽ നല്ല തെളിഞ്ഞ ആകാശമുള്ളപ്പോ മുറ്റത്ത് പോയി പതുക്കെ മുകളിലേക്ക് നോക്കുക. ആ കാണുന്ന നക്ഷത്രങ്ങളെ മുഴുവൻ കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു വര വരയ്ക്കുക. എവിടെ തുടങ്ങി എവിടെ അവസാനിക്കും എന്ന് പറയാൻ പറ്റില്ല. ആൻഡ് that is what is going to happen. ഇതെന്താ സംഭവം? ഇതൊരു അരമണിക്കൂറെങ്കിലും വിടണം രവി സാറേ. എവിടം വരെ പോകും നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അല്ലത് എന്താ സംഭവം ലാസ്റ്റ് കാണിച്ചത്? അത് കണ്ടില്ല.
ഇത് ഇന്ത്യയിൽ ഉടനീളം RCM കേരള ടീമിന്റെ ഭാഗമായിട്ട് RCMന്റെ ഔട്ട്ലെറ്റ് വരാൻ പോകുന്നു. പറഞ്ഞില്ലേ, കേരളത്തിലെ ടീം ഒരു വശത്തും ഇന്ത്യയിലെ റെസ്റ്റ് ഓഫ് ദ ടീം ഒരു വശത്തുമായിട്ടുള്ള ഒരു ആരോഗ്യകരമായ മത്സരം, അതിന്റെ തുടക്കമാണ് 2025 അവസാനം. 2026 എന്ന് പറയുന്നത് കേരളത്തിലെ RCM ചരിത്രത്തിലെ സുവർണ കാലഘട്ടമായിരിക്കും. ലീഡേഴ്സ് പറയുന്നത് ഒരു 10-200 പുതിയ ഔട്ട്ലെറ്റ് എടുക്കുന്ന അടിപൊളി സ്റ്റാൻഡേർഡ് ഔട്ട്ലെറ്റുകൾ വരുമെന്നാണ്. പല ആളുകളും 3 കിലോമീറ്ററിനുള്ളിൽ അനുവദിക്കേല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഷോൾഡറൊക്കെ പൊക്കി പിടിച്ചിട്ടുണ്ട്. വെറുതെ ആട്ടോ. 2021 TCG ഇവിടെ നമ്മുടെ കേരള സൂമിൽ നടത്തിയ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്, ഇനി അങ്ങോട്ട് ദൂരപരിധി ഒന്നും ഒരു ബാധകമല്ല, നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഷോപ്പ് കൊണ്ടുവരാൻ ആര് തയ്യാറായാലും അവർക്ക് ദൂരപരിധി പരിഗണിക്കാതെ കൊടുക്കുമെന്ന്. പക്ഷേ ഇപ്പോഴും ഒരു കീഴ്വഴക്കം എന്ന നിലയ്ക്ക് ഒരു 3 കിലോമീറ്ററിന്റെ പ്രൊട്ടക്ഷൻ നന്നായി വർക്ക് ചെയ്യുന്ന ഷോപ്പുകൾക്ക് കമ്പനി കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ തൊട്ടടുത്ത് 3 കിലോമീറ്റർ ഉള്ളവർക്ക് അനുവദിക്കില്ല. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അടിവരയിട്ടുള്ളൂ. അതിന്റെ എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ എന്നുള്ളത് ടേംസ് ആൻഡ് കണ്ടീഷൻ പറയുന്നുണ്ട്. അപ്പോ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണെങ്കിലും അവിടെ ഒരു ഷോപ്പ് കൂടെ ആവശ്യമുണ്ടെന്ന് കമ്പനിക്ക് തോന്നിയാൽ എവിടെ വേണമെങ്കിലും അനുവദിക്കും. അതിപ്പോ കമ്പനിയുടെ മാത്രം റൂളാണ്. കമ്പനിയുടെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും കമ്പനിക്ക് സ്വന്തമായിട്ട് എപ്പം വേണമെങ്കിലും മാറ്റാം. അതുകൊണ്ട് അപ്പോ ഞാൻ പറയുന്നത്, നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഷോപ്പുകൾ നടത്താൻ ഇഷ്ടം പോലെ ആളുകൾ തയ്യാറായി വരുന്നു. ടെക്നിക്കൽ രവിയേട്ടൻ വീഡിയോ കോൺ ചെയ്തിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത് റെഡിയാവാൻ ഇപ്പൊ ഈ സൈറ്റിന്റെ അപ്ഡേഷൻ നടക്കുന്ന ഒരു ചെറിയ ഡിലേ വന്നിട്ടുണ്ട്. എന്താ സാറേ പ്രശ്നം? ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, പൂർണ്ണ ശോഭയോടുകൂടി എന്താ പറയാ, സൂര്യ തേജസ്സോടുകൂടി RCMന്റെ സൈറ്റ് ഇപ്പൊ പ്രവർത്തന സജ്ജമാകും. 1-2 ദിവസമുള്ളിൽ നിങ്ങളുടെ ഷോപ്പിന്റെ നമ്പറൊക്കെ കിട്ടും. ഒന്നും പേടിക്കണ്ട. ഒരു 10-12ഓളം ഷോപ്പുകളിലെ അപേക്ഷ പൈസ അടച്ചതുൾപ്പെടെ സാങ്ഷനായി കിട്ടാനുണ്ട്. അതായത് ഈ സൈറ്റിന്റെ അപ്ഡേഷൻ ഒരല്പം താമസിച്ചത് കൊണ്ട്, അവർ വിചാരിച്ച സമയത്ത് കിട്ടാത്തതുകൊണ്ട് ചെറിയൊരു ആശങ്ക അവർക്കുണ്ട്. അപേക്ഷ കൊടുത്തവരോടും അവരുടെ ഡെലിവറീസും പറയാം, ഒന്നും പേടിക്കാനില്ല, ഒരല്പം താമസിച്ചത് കൊണ്ടൊന്നും സംഭവിക്കാനില്ല. പുലി പതുങ്ങുന്നത് എന്തിനാണ്? കേട്ടിട്ടില്ലേ? പുലി പതുങ്ങുന്നത് കുതിക്കാനാണെന്ന്, അല്ലെ? അല്പം താമസിച്ചാണ് നിങ്ങൾക്ക് ഷോപ്പിന്റെ നമ്പർ കിട്ടുന്നെങ്കിലും നിങ്ങളൊക്കെ നമ്പർ 1 ആയിട്ടും വരാനുള്ളതാണ്. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. RCM വളരുകയാണ്, തിമിർത്താടുകയാണ്. ഇന്ന് കേരളത്തിൽ വൈകുന്നേരം 7:15 നമ്മുടെ കേരള റോസസ് പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലേഡി ടെക്നിക്കൽ അച്ചീവേഴ്സിന്റെ പ്രോഗ്രാമാണ്. ഇന്ന് റയന രാജേഷ് മാഡം ആയിരുന്നു അവരുടെ അനുഭവം പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ മെർലി മാഡം അവരനുഭവം അല്ല പറഞ്ഞത്. ഒരു ഹോം മീറ്റിംഗ് നടത്തുമ്പോൾ സാധാരണഗതിയിൽ ആളുകൾ പരിചയപ്പെടുത്തുന്നില്ലാത്ത RCMന്റെ ഉൽപ്പന്നങ്ങൾ എങ്ങനെയൊക്കെ പരിചയപ്പെടുത്തണം, വളരെ എഫക്റ്റീവായിട്ട്, അതായത് എഡ്യൂക്കേഷൻ ആയിരുന്നു. അങ്ങനെ എഡ്യൂക്കേഷനും അനുഭവവും പിന്നെ കാഴ്ചപ്പാടുകളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് 7:15 സൂം പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്നത് ലേഡി ലീഡേഴ്സാണ്. 4 ചോക്ക് വീട്ടിലിരുന്നു കൊണ്ട് 10-50,000 70,000 രൂപയ്ക്ക് വരുമാനം വാങ്ങിക്കാൻ ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് അവസരം കൊടുക്കുന്ന ഒരു സംവിധാനം ഇന്ന് ലോകത്ത് RCM അല്ലാതെ വേറെ ആരാ ഉള്ളത്? നമ്മുടെ പെരുമ്പാവൂരിലെ സുമതി മാഡം ഉണ്ട്. സുമതി മാഡം പ്രോഗ്രാമിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് മകൻ കൊച്ചായിരിക്കുമ്പോൾ അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോ ഒരു കാറ് മേടിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്ന്. കാറെന്ന് പറഞ്ഞാല് ഗിരിജ മാഡം, കളിപ്പാട്ടം കാറ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് അടിപൊളി കാർ സുമതി മാഡം വന്നിട്ടുണ്ട്. താങ്ക് യു സാർ. JRCM ഞാൻ തുടക്കം മുതൽ കേൾക്കുന്നുണ്ട് സാർ. ഒരു ഹരമാണ്, ഹരം. RCM എന്ന് കേട്ടാൽ തന്നെ ഹരമാണ്. ഒരു 12 മണി വരെയും ഈ പ്രോഗ്രാം ഉണ്ടായാലും ഞാൻ ഉറങ്ങില്ല. അതുപോലെയാണ് സാറ് പറഞ്ഞില്ലേ, RCMന്റെ ബെഡ്ഷീറ്റ് വിരിച്ച് RCMന്റെ ഫാനിന്റെ കാറ്റും കൊണ്ട് കിടന്നുറങ്ങുമ്പോൾ അക്കൗണ്ടിലേക്ക് പൈസ എങ്ങനെ ഒഴുകി ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് സ്വപ്നം കണ്ട്, സ്വപ്നമല്ല യാഥാർത്ഥ്യമായിട്ട് കണക്കാക്കി തന്നെ കിടക്കണേ. അതാണ് അവസ്ഥ. അപ്പോ വളരെ സന്തോഷം. അടുത്ത കാറ് വാങ്ങുന്നതിനെ കുറിച്ചാണ് ചിന്ത, മകന്റെ ചിന്ത. അതാണ്. അപ്പൊ അല്പമെങ്കിലും സ്വപ്നം നിങ്ങൾക്ക് ഇനി ബാക്കിയുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്,
നമ്മുടെ മിസൈൽ മാൻ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പറഞ്ഞ ആ ഒരു സെന്റൻസ് നിങ്ങൾ ഓർക്കുക. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം. നിങ്ങൾക്ക് അല്പമെങ്കിലും സ്വപ്നം ഇനി ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ പൊടിതട്ടി എടുത്തോളൂ. RCM സജ്ജമാണ്. ഇറ്റ് ഈസ് ഫുള്ളി റെഡി, പാക്ഡ്. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നമായിട്ട് ഒന്ന് എണീറ്റ് വരിക. വെറുതെ ആട്ടം മേടിച്ച് ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ച് ചായപ്പൊടി വാങ്ങിച്ച് ചായ കുടിച്ച് ഇരുന്ന് കളയാനുള്ളതല്ല RCM കിട്ടിയിരിക്കുന്ന അവസരം. ഈ അവസരം ഒത്തിരി ആളുകൾക്ക് ഗുണം ചെയ്യാൻ, ലോകത്തിന് ഗുണം ചെയ്യാൻ, സമൂഹത്തിന് ഗുണം ചെയ്യാൻ, അടുത്ത തലമുറയ്ക്ക് നേട്ടം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു എന്താ പറയാ, ഹിന്ദിയിൽ പറയും അനോഖ മോക്ക, അപൂർവ അവസരമാണ്. ഇതിനെ അർഹിക്കുന്ന പ്രാധാന്യത്തോട് ഏറ്റെടുക്കുക. നിങ്ങളുടെ ഒരു കഴിവും പ്രസക്തമല്ല, നിങ്ങളുടെ പ്രായം പ്രശ്നമല്ല, ആൺപെൺ ഭേദങ്ങളില്ല, വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല, ടെക്നോളജി പ്രശ്നമല്ല, നിങ്ങൾ ഏത് നാട്ടിൽ ജീവിക്കുന്നു, നിങ്ങളുടെ എന്താ പറയാ ടെക്നോളജിക്കലി ഉള്ള നിങ്ങളുടെ കഴിവൊന്നും പ്രസക്തമല്ല. ചങ്കുറ്റമുണ്ടാവും. ആരെ കണ്ടാലും RCM പറയാനുള്ള ധൈര്യം ഉണ്ടാകണം. പേടി മടി അതെടുത്ത് കളയണം. ആരെ കണ്ടാലും പറയണം. എന്താ പറയേണ്ടത്? RCMനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം മടിയില്ലാതെ ആരോടും പറയണം. ആ ഒരു ഒരു മനോഭാവം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, RCM നിങ്ങളിൽ ഉണ്ടാവും. RCMൽ നിങ്ങളല്ല, നിങ്ങളിൽ RCM ഉണ്ടാവും. അങ്ങനെ ഉണ്ടായാൽ എല്ലാവരും വളരും. ഞാൻ പറഞ്ഞു, ഏതാണ്ട് ഒരു 1.25-2 ലക്ഷത്തോളം ആളുകൾ എൻ്റെ ടീമിൽ ഉപഭോക്താക്കളായിട്ടുണ്ട്. അവരൊക്കെ വന്നത് നിങ്ങളിലൂടെയാണ്. പക്ഷേ എല്ലാവരിലേക്കും എനിക്ക് എത്താൻ വലിയ പ്രയാസമുണ്ട്. എന്നാലും ഞാൻ കഴിവിൻ്റെ എന്താ പറയാ പരമാവധി ശ്രമിക്കുന്നുണ്ട് എല്ലാവരിലേക്ക് ഈ എന്താ പറയാ അവസരത്തിൻ്റെ മഹാത്മ്യം എത്തിക്കാനായിട്ട്. ഇപ്പോൾ TCG പറയുന്നത് ഫോക്കസ് ഓൺ ഗ്രോത്ത്, വളർച്ച. വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? RCMന്റെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉപയോഗിക്കപ്പെടുമ്പോഴാണ് നമ്മൾ വളരുന്നത്. അതിന് എന്തൊക്കെയാണ് മാർഗങ്ങൾ? ഞാൻ ഓടിച്ച് പറയാം, ആവശ്യമുള്ളവർ നോട്ട് ചെയ്തോളൂ. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അതിന് PPT ഒന്നും കാണിക്കുന്നില്ല. വളരണമെങ്കിൽ ഒന്ന്, ന്യൂ ജോയിനിങ്. എത്ര അധികം ആളുകൾക്ക് ഈ അവസരം നിങ്ങൾക്ക് കാണിച്ചു കൊടുത്ത് അവരെ RCMലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ അതാണ് ന്യൂ ജോയിനിങ്. എന്തുകൊണ്ടൊരാൾ RCMലേക്ക് വരണം? ആരോഗ്യദായകമായ ഉൽപ്പന്നങ്ങളാണ്, മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചെലവ് കുറയും. സ്ഥിരമായി വാങ്ങി ഉപയോഗിച്ചാൽ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും, നിങ്ങളുടെ ചെലവ് കുറയും. ഒപ്പം നിങ്ങൾ ചെലവ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് അതിലൂടെ വരുമാനം കിട്ടും. മാത്രമല്ല, നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ്. നമ്മുടെ പ്രയത്നങ്ങൾ ഉണ്ടാക്കിയ പണത്തിൽ നിന്ന് ഒരു പൈസ പോലും വിദേശത്തേക്ക് പോകാതെ നമുക്ക് തടയാൻ കഴിയും. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് നമ്മുടെ പ്രയത്നത്തിൻ്റെ ഒരു പങ്ക് വിനിയോഗിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യം ഒരു ഉത്തമ പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് പേര് നടക്കാം. ഇത് നിങ്ങൾ ധൈര്യമായിട്ട് പറയൂ. ആരോഗ്യദായകം എന്ന് പറയുമ്പോൾ എന്താണ് ആരോഗ്യദായകം കാണിച്ചു കൊടുക്കണം. ലോകത്തിലെ ഏറ്റവും മികച്ച പാചക എണ്ണയാണ് റൈസ് ബ്രാൻ ഓയിൽ എന്ന് കേരളത്തിലെ സൂര്യ TVയിൽ ഒരു ഡോക്ടർ സംസാരിക്കുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ ആൾ ചോദിക്കുന്നത് കേരളത്തിലല്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം പറയുന്നുണ്ട്, ഒറീസയിൽ നടത്തിയൊരു പ്രോഗ്രാമിൽ അദ്ദേഹം ഒറീസയിലെ ആളുകളുടെ സാമ്പത്തികം മെച്ചപ്പെടുത്തുന്നതിനുള്ള അവസരം എന്ന നിലയ്ക്ക് അദ്ദേഹം പറയുകയാണ്, ഇവിടെ ഒറീസയിൽ നെൽകൃഷി ധാരാളമായിട്ടുണ്ട്. നെല്ലിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് തവിടിൽ നിന്ന് എടുക്കുന്ന എണ്ണയാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും മികച്ച പാചക എണ്ണയായിട്ട് ആളുകൾ കണക്കാക്കുന്നത്. ആ എണ്ണയാണ്, തവിടെണ്ണയാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടിയ അളവിൽ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വിദേശത്ത് കിട്ടുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ്, ഇവിടെ നമുക്ക് കിട്ടുന്നത് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങളാണ്. വിദേശത്ത് നിന്ന് ആളുകൾ ഉൽപ്പന്നം കൊണ്ടുമ്പോൾ നമ്മൾ കൊതിയോടെ അത് വാങ്ങിക്കുന്നു, കാരണം അവിടെ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടിയ അളവിൽ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന റൈസ് ബ്രാൻ ഓയിലാണ്, പക്ഷേ ഇന്ത്യയിലേക്ക് വരുന്നത് പാം ഓയിലാണ്. നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും, നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാം കേൾക്കുന്നവരല്ല പറയുന്നത്, ഇന്ത്യയിൽ വലിയൊരു സമൂഹം ഉപയോഗിക്കുന്നത് പാം ഓയിലാണ്. അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഈ ഒരു കാര്യം ധൈര്യമായിട്ട് പറയാൻ നമുക്ക് ചങ്കുറ്റം വേണം. നമ്മുടെ കയ്യിലിരിക്കുന്ന എണ്ണ നിങ്ങൾ എടുത്ത് കഴിച്ച് കാണിച്ചു കൊടുക്കണം. നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ മിക്സറും അതുപോലുള്ള 8-10ഓളം റെഡി ടു ഈറ്റ് ഐറ്റംസ് ഉണ്ട്. അതുണ്ടാക്കിയിരിക്കുന്ന റൈസ് ബ്രാൻ ഓയിലാണ് എഴുതിയിരിക്കുന്നത്, കാണിച്ചു കൊടുക്കണം. നമ്മുടെ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഗോതമ്പ് പൊടി കൊണ്ടും റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിച്ചിട്ടാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഒരു ബിസ്ക്കറ്റ് കഴിക്കാൻ കൊടുക്കണം. അതാണ്
നമ്മുടെ സൗരവ് ചന്ദ്ര സാർ പറയുന്ന BDM ഫോർമുല, ബതാന ദിഖാന മഹസൂസ് കറാന. അപ്പോ ജോയിനിങ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരാൾക്കും നോ പറയാൻ കഴിയില്ല. കാരണം അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ, അവരുടെ ചെലവ് കുറയ്ക്കാൻ, അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ, അതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഒരു പങ്കാളിയാവാനും അവരെ നമ്മൾ ക്ഷണിക്കുകയാണ്. അതാണ് അഭിയാൻ. രണ്ടാമത്തെ കാര്യം, അറിഞ്ഞോ അറിയാതെയോ RCMൽ വന്ന ഒത്തിരി ആളുകൾ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അനിക്സ്പ്രേ പോലെ ആയിപ്പോയി, പൊടി പോലുമില്ല കണ്ടുപിടിക്കുവാൻ. നിങ്ങളുടെ ടീമിലുണ്ട് അവര് ടെർമിനേറ്റ് ആയ ആളുകൾ, അവരെ തപ്പിയെടുക്കൂ. പർച്ചേസറിന് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് അവരുടെ മൊബൈൽ നമ്പർ കിട്ടും. നിങ്ങൾക്ക് അറിയില്ലേ, നിങ്ങളുടെ സീനിയർ ലീഡേഴ്സ് ചോദിക്കൂ. ഇന്നലെ കോഴിക്കോട് നിന്നുള്ള ജയസിംഗ് സാർ അവിടെ വന്നപ്പോൾ അദ്ദേഹം അവിടെ വരാനുള്ള കാരണം ചോദിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹത്തിന്റെ ടീമിൽ അടൂരുള്ള ഒരു മാന്യദേഹം, അവർ തമ്മിൽ പരിചയമില്ല, പക്ഷെ ജയസിംഗ് സാറ് സൈറ്റിൽ നിന്ന് നമ്പർ എടുത്ത് കണ്ടുപിടിച്ചു, വിളിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ അടൂരാണ്. കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് RCM പറഞ്ഞു കൊടുത്തത് ആരാന്ന് ഓർമ്മയില്ല. ആര് മുഖാന്തരമാണ് ജോയിൻ ചെയ്തത്? വർഷങ്ങൾക്ക് മുമ്പ്, മേ ബി 2020 മറ്റോ ജോയിൻ ചെയ്തതാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ താഴെ വലിയൊരു വോളിയം ഉണ്ട്. ജയസൻ സാർ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരാം. അങ്ങനെ വിനോദ് സാറിനെയൊക്കെ കൂട്ടി അവിടെ പോയി അദ്ദേഹത്തെ കണ്ട് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരുടെ വീട്ടിൽ ഹോം മീറ്റിംഗ് ഒക്കെ നടത്തി. 2 ആഴ്ച മുമ്പ് ഞാൻ അടൂർ പ്രോഗ്രാം പോയപ്പോൾ അദ്ദേഹം അവിടെ വന്നിട്ടുണ്ടായിരുന്നു, അദ്ദേഹം വൈഫ് വന്നിട്ടുണ്ടായിരുന്ന പറഞ്ഞത്. ഇന്നലെ അടൂര് ചെല്ലുമ്പോൾ വിനോദ് സാറും ജയസിംഗ് സാറും അദ്ദേഹത്തെ കൂട്ടി അവിടെ വന്നിരിക്കുന്നു. ഞാൻ പറയുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. RCMൽ വരാൻ പല കാരണങ്ങളുണ്ട്, പക്ഷേ ഇതിന്റെ ഫോർമുല, സൂത്രവാക്യം മനസ്സിലായാൽ മാത്രമേ അവരെന്തെങ്കിലും പ്രവർത്തിക്കൂ. പ്രയത്നം, അറിവും കഴിവും സമയവും വിനിയോഗിക്കുമ്പോഴാണ്, അത് കൂടിച്ചേരുമ്പോഴാണ് പ്രയത്നം ഉണ്ടാകുന്നത്. പ്രയത്നത്തിലൂടെ റിസൾട്ട് ഉണ്ടാകൂ. നമ്മുടെ റിസൾട്ട് PV ആണ്. PV ഉണ്ടെങ്കിൽ പൈസയും വരും, പിന്നും വരും. എന്താ വേണ്ടത്? അപ്പോ രണ്ടാമത്തെ ഓപ്ഷൻ ആക്ടിവേഷൻ ഓഫ് ടെർമിനേറ്റഡ് ID. മൂന്നാമത്തെ കാര്യം സെയിൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ ഒത്തിരി പേരുണ്ടാവും. ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് സെയിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു സാറേ പറയുന്ന ആളുകളുണ്ട്. സെയിൽ ചെയ്യാൻ വേണ്ടിയാണ് MRP DP ഡിഫറൻസ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ടീമിൽ വന്നിരിക്കുന്ന ആൾ സെയിൽ ചെയ്യാൻ സൗകര്യമുള്ള ആളുകൾ, എന്തെങ്കിലും ഔട്ട്ലെറ്റ് നടത്തുന്ന ആളുകൾ. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു, അദ്ദേഹം പറഞ്ഞു ഒരു ഷോപ്പിൽ വെച്ച് 40-45,000 രൂപയുടെ സാധനം ഞാൻ വിൽക്കുന്നുണ്ട്, ഒരാളോട് പോലും പറയുന്നില്ല ഒന്നും. പ്രൊഡക്റ്റ് എൻ്റെ കടയിൽ മറ്റു ഉൽപ്പന്നങ്ങൾക്കൊപ്പം വെച്ച് വിൽക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. സെയിൽ കൊണ്ടു നടന്ന് വിൽക്കുന്ന ആളുണ്ട്. പാലക്കാടുള്ള ഒരു അസോസിയേറ്റ് വെയർ മാഡം പറഞ്ഞത് എൻ്റെ ATM ആണ് RCM എന്നാണ്. എനിക്ക് എപ്പോൾ പൈസ ആവശ്യം വരുമോ ഞാനൊരു ബിഗ് ഷോപ്പിൽ എടുത്ത് അടുത്തുള്ള ഷോപ്പിൽ പോകും, അവിടുന്ന് സാധനം വാങ്ങിച്ച് അടുത്തുള്ള വീടുകളിൽ കൊണ്ടുപോയി ആളുകൾക്ക് പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുത്ത് കാശ് മേടിക്കും. സോ ATM പാസ്വേഡ് വേണ്ടാത്തൊരു ATM ആണ് RCM. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. സോ നമ്മുടെ ടീമിൽ വന്നിരിക്കുന്ന ആളുകൾ അവരുടെ കാലിബർ എന്താണ്, അവരുടെ ആവശ്യം എന്താണ്, അവരുടെ വാസന എന്താണെന്ന് മനസ്സിലാക്കി അവരെ പ്രൊമോട്ട് ചെയ്യുക. ക്ലബ്ബുകൾ, കൺസിസ്റ്റൻസിയാണ് RCMലെ ഏറ്റവും വലിയ ക്ലബ്. നിരന്തരം വാങ്ങിക്കുക, മുടങ്ങാതെ വാങ്ങിക്കുക. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് നിങ്ങൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഷോപ്പിൽ, നിങ്ങളുടെ ടീമിലുള്ള ഷോപ്പുകൾ എല്ലായിടത്തും കൺസിസ്റ്റൻസിയുടെ ആ സ്ലാബ് എഴുതി വെക്കണം. 100 മുതൽ 1499 PV വരെ 6 മാസം വാങ്ങിച്ചാൽ എന്ത് കിട്ടും, 1500 പർച്ചേസ് ചെയ്താൽ, 2500 പർച്ചേസ് ചെയ്താൽ, 5000 പർച്ചേസ് ചെയ്താൽ എന്ത് കിട്ടുമെന്ന് ആ കൗണ്ടറിൽ തൊട്ട് പുറകിൽ തന്നെ നിങ്ങൾ എഴുതി പ്രദർശിപ്പിച്ച് വെക്കണം. കാരണം സാധനം വാങ്ങിക്കാൻ വരുമ്പോൾ, ബെല്ലടിക്കാൻ വരുമ്പോൾ, പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ, പൈസ കൊടുക്കാൻ വരുമ്പോൾ അവരത് കാണണം. അവർ ചോദിക്കും ഇതെന്താന്ന്. ചോദിച്ചില്ലെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കണം. സുഹൃത്തുക്കളെ, കേരളത്തിൽ RCMന്റെ ഔട്ട്ലെറ്റിൽ വന്ന് സാധനം വാങ്ങിക്കുന്ന ആളുകളിൽ 90% ആളുകൾക്കും ഇങ്ങനൊരു കൺസിസ്റ്റൻസി ബെനിഫിറ്റ് ഉണ്ടെന്നുള്ള കാര്യം അറിയില്ല. അതിന്റെ കുറ്റം ആർക്കാണ്? കുറ്റം എനിക്കാണ്. ഗൽത്തി മേരാ ഹേ, അങ്ങനെയാണ് TCG പറയുന്നത്. കാരണം ഇത്രയും നല്ലൊരു അവസരം ഉണ്ടായിട്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ മടിക്കുന്നത് കൊണ്ടാണ് ആളുകൾ അറിയാത്തത്. RCMൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ നമ്മൾ കാണിക്കുന്ന ആ സ്പിരിറ്റ് ഉണ്ടല്ലോ, ആ ഉത്സാഹമുണ്ടല്ലോ, ആളുകളെ കാണാനായിട്ട് പല പ്രാവശ്യം പോകുന്നു, അവർക്ക് സാധനം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, മീറ്റിങ്ങിന് പോകുമ്പോൾ അവരെ കൊണ്ടുപോകുന്നു, ചിലപ്പോൾ മസാല ദോശ വാങ്ങിച്ചു കൊടുക്കുന്നു. ഈ സ്പിരിറ്റ് ഒക്കെ കഴിഞ്ഞ് അവർ ജോയിൻ ചെയ്താൽ സമാധാനമായി, പിന്നെ തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ടാണ് ആളുകൾ ടെർമിനേറ്റ് ആയി പോകുന്നത്. അവരുടെ വീട്ടിൽ ഉൽപ്പന്നങ്ങളുമായി പോയി അവരുടെ വീട്ടുകാരെ കണ്ട് കാര്യം പറഞ്ഞു കൊടുത്ത്, ഇതിന് ആരോഗ്യകരമായ സവിശേഷതകൾ പറഞ്ഞു കൊടുത്ത്, അവർക്ക് കിട്ടാവുന്ന നേട്ടങ്ങൾ പറഞ്ഞു കൊടുത്ത്, കൺസിസ്റ്റൻസി ബെനിഫിറ്റ് ഒരു വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കൂ. 100% പറയുന്നു അവരുടെ കൺസിസ്റ്റൻസി ബ്രേക്ക് ആവില്ല. അൺഫോർച്ചുനേറ്റ്ലി പല ആളുകളും അത് ചെയ്യുന്നില്ല. ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കൂ. ഈ പ്രോഗ്രാമിൽ വന്നിരിക്കുന്ന നമ്മൾ ഈ മാസം
കഴിഞ്ഞ മാസത്തേക്കാൾ ഗ്രോത്ത് ഞാനും എൻ്റെ ടീമും ഉണ്ടാക്കുമെന്ന് ഒരു ഉറച്ച തീരുമാനം എടുക്കുക. ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. പുതിയ ജോയിനിങ്, ടെർമിനേഷൻ ഒഴിവാക്കുക, സെയിൽ പ്രൊമോട്ട് ചെയ്യുക, കൺസിസ്റ്റൻസി പ്രൊമോട്ട് ചെയ്യുക, ടാർഗറ്റുകൾ അത് കമ്പനി തരുന്നതാവട്ടെ, ബ്രാൻഡ് പാർട്ട്നേഴ്സ് തരുന്നതാവട്ടെ, ലീഡേഴ്സ് തരുന്നതാവട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, എന്തിനു വേണ്ടിയാണ്? ആ ടാർഗറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റെക്കഗ്നിഷൻ. ചില ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് റെക്കഗ്നിഷൻ. ഞാൻ കളിയാക്കാൻ പറയുന്നതല്ല. ചില ആളുകൾക്ക് റെക്കഗ്നിഷൻ വളരെ ഇഷ്ടമാണ്. ചില ആളുകൾക്ക് അവർ പറയും, ഞാനാണ് ചെയ്തതെന്ന് ആരോടും പറയണ്ട കേട്ടോ, എനിക്ക് പേര് വേണ്ട, പ്രശസ്തി വേണ്ട. കേട്ടിട്ടില്ലേ? നമ്മുടെ ഒരു സെഷനിൽ പറഞ്ഞ ഒരു കഥയാണ്. ആശയെന്നും സീതയെന്നും പേരുള്ള 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു, വളരെ ക്ലോസ് ഫ്രണ്ട്സ്. ആശ ആർസിഎമ്മിനെ കുറിച്ച് അറിഞ്ഞു, അവർ ജോയിൻ ചെയ്തു, ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു, ഡിസ്പ്ലേ അവാർഡ് എടുത്താലുള്ള ബെനിഫിറ്റ് അവർക്ക് മനസ്സിലായി. വീട്ടിൽ നിന്നൊരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാം. വുമൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള ധാരാളം പ്രൊഡക്റ്റുകളുണ്ട്, ഹെൽത്ത് ഫ്രണ്ട്ലി ആണ്. അവരത് ഉപയോഗിച്ചു. ഉടൻ തന്നെ അവർ സീതയുടെ അടുത്ത് ചെന്നു. സീതയോട് പറഞ്ഞു, ഇങ്ങനെ ആർസിഎം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഞാൻ ജോയിൻ ചെയ്തു, വളരെ നല്ല പ്രൊഡക്റ്റാണ്, മാർക്കറ്റിലേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നു, മാത്രമല്ല ഇത് വാങ്ങി ഉപയോഗിച്ചാൽ ആരോഗ്യം മെച്ചപ്പെടും, ചെലവ് കുറയുന്നു, കൂടാതെ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാം, വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാം, എവിടെയും പോകേണ്ട കാര്യമില്ല. കാരണം സാധാരണ വീട്ടമ്മമാരൊക്കെ ഒരു ജോലി ചെയ്ത് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെന്ന് ആഗ്രഹിക്കുന്ന പല ആളുകൾക്കും ഇന്ന് അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. അവരൊക്കെ വളരെ നിരാശയിലാണ്. അവരെന്താ പറയുക, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പഠിക്കുന്ന സമയത്ത് എന്തായാലും ജോലിയൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്, ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്ന കാര്യം, കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ആയി കുടുംബസ്ഥരായി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇങ്ങനെ, അങ്ങനെ ഒരു നിരാശയിലാണ് ആളുകൾ പറയുന്നത്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് ആശ സീതയോട് പറയുന്നത്, നിനക്ക് വീട്ടിൽ ഇരുന്നൊരു വരുമാനം ഉണ്ടാക്കാം. സീത പറഞ്ഞു, ഏതായാലും നീ കൊണ്ടുവന്നല്ലേ, കുറച്ച് സാധനം നേരം ഉപയോഗിച്ച് നോക്കാൻ, എന്നിട്ട് ഞാൻ പറയാം. അപ്പൊ നീ മെമ്പർഷിപ്പ് എടുക്കാം. ഞാൻ മെമ്പർഷിപ്പ് പിന്നെ എടുക്കാം. പ്രൊഡക്റ്റ് എടുത്തു കൊടുത്തു. 3-4 ദിവസം കഴിഞ്ഞ് വീണ്ടും വിളിച്ച് ചോദിച്ചു, ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ പറഞ്ഞു, പ്രൊഡക്റ്റ് ഒക്കെ അടിപൊളിയാണ്. അപ്പൊ മെമ്പർഷിപ്പിന്റെ കാര്യം, അത് മെമ്പർഷിപ്പ് തൽക്കാലം എടുക്കുന്നില്ല. അതെന്താ? ഓ, അത് ഞാൻ പിന്നെ എടുക്കാം. അപ്പൊ നിനക്ക് പ്രൊഡക്റ്റ് ഒന്നും വേണ്ടേ? അന്ന് തന്നു തീർന്നില്ലല്ലോ. അപ്പൊ ഞാൻ തരാത്ത വരെ കുഴപ്പമില്ല, ഒരു കാര്യം കുറച്ച് പ്രൊഡക്റ്റ് തന്നല്ലോ, അപ്പൊ നീ മെമ്പർഷിപ്പ് എടുത്താൽ നിന്റെ പേരിൽ അടിക്കാം. അല്ല, അത് നിന്റെ പേരിൽ അടിച്ചോ, അതിന്റെ ബെനിഫിറ്റ് നീ എടുത്തോ. ഇതിൽ കൂടുതലൊക്കെ എങ്ങനെയാ അവർ സുഹൃത്തുക്കൾ പറയാ, അല്ലേ? അവർ 2 പ്രാവശ്യം 3 പ്രാവശ്യം പ്രൊഡക്റ്റ് കൊടുത്തു, പിന്നെ അവർ ചോദിച്ചുമില്ല, പറഞ്ഞുമില്ല. ആ കഥ പറയുന്നത് എങ്ങനെയാണ്? ഏകദേശം 5-6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് ആർസിഎം ഒരു പരിപാടിക്ക് ചെല്ലുമ്പോൾ ആശ കാണുന്നു, സീത സ്റ്റേജിൽ കയറി ട്രോഫി വാങ്ങിക്കും. ഒരു കണ്ണ് തിരുമ്മി ഒന്നുകൂടെ നോക്കി, ഇത് എൻ്റെ സുഹൃത്ത് സീത തന്നെ അല്ലേ? അതെ. അവർ ട്രോഫിയൊക്കെ വാങ്ങിച്ച് ഇറങ്ങി ചെല്ലുമ്പോൾ ഇവർ ഓടിച്ചെന്നു, കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, കൊള്ളാവല്ലോ മിടുക്കി, നിന്നോട് ആർസിഎമ്മിൽ ജോയിൻ ചെയ്യാൻ ഞാൻ പറഞ്ഞപ്പോൾ നീ സമ്മതിച്ചില്ല, പക്ഷേ നീ ഇപ്പോൾ മെമ്പർഷിപ്പ് എടുത്ത് ഒരു അച്ചീവർ ആയിരിക്കുന്നു, കൊള്ളാവല്ലോ, എന്നാലും നീ എൻ്റെ കൂടെ എന്തുകൊണ്ടാണ് മെമ്പർഷിപ്പ് എടുക്കാതിരുന്നത്, അതൊന്ന് പറഞ്ഞാൽ കൊള്ളാം. അവൾ പറഞ്ഞു, ശരിയാണ് സുഹൃത്തെ, നീ എന്നോട് പറഞ്ഞത് ചെലവ് ചുരുക്കാം, വീട്ടിൽ ഇരുന്നുകൊണ്ട് വരുമാനം ഉണ്ടാക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, പക്ഷെ ഇതുപോലെ റെക്കഗ്നിഷൻ കിട്ടുമെന്നോ മീറ്റിങ്ങുകളും പരിപാടികളും ഉണ്ടെന്നോ അതിൽ പങ്കെടുക്കാമെന്നോ നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇവിടെ നമ്മളൊക്കെ ഇത്ര സാരിയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിരിക്കുന്നത് എന്തിനാ? ഇതൊക്കെ കൊടുത്ത് 10 പേരെ കാണുന്നിടത്ത് പോകണ്ടേ? അങ്ങനെ ഒരു അവസരം ഉള്ളപ്പോൾ പോകണ്ടേ? എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ ചെയ്യുന്നതിനൊക്കെ ഇതുവരെ ആരെങ്കിലും എന്തെങ്കിലും അപ്രീസിയേഷൻ തന്നിട്ടുണ്ടോ? ആർസിഎമ്മിൽ ചെറിയൊരു അച്ചീവ്മെന്റ് നേടിക്കഴിഞ്ഞാൽ സ്റ്റേജിൽ 100 കണക്കിന് ആളുകളുടെ മുമ്പിൽ നമുക്ക് പുരസ്കാരങ്ങൾ കിട്ടുന്നു, സമ്മാനം കിട്ടുന്നു, നമ്മളെ അനുമോദിക്കുന്നു. ഇതൊക്കെയല്ലേ ജീവിതത്തിൽ വേണ്ടത്? അവര് അന്താളിച്ചു പോയി. ദൈവമേ, ഞാൻ കണ്ട ആർസിഎം അല്ലല്ലോ ഇവള് കണ്ടത്, ഇതും ആർസിഎമ്മിലുള്ളതായിരുന്നല്ലോ. ഞാൻ പറയുന്നത്, നമുക്ക് അറിയാവുന്നത് പറയുക എന്നുള്ളതല്ല, അവർക്ക് വേണ്ടത് എന്താണെന്ന് കണ്ടെത്തി അവർക്ക് കൊടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ തീർന്നില്ല. അടുത്ത ഓപ്ഷനാണ്, ഗ്രോത്തിനുള്ള ഓപ്ഷനാണ് POS, പുതിയ ഔട്ട്ലെറ്റിൽ കൊണ്ടുവരിക. അതിനെക്കുറിച്ച് ഞാൻ ആദ്യമേ ഇഷ്ടം പോലെ പറഞ്ഞു. സോ ഫോക്കസ് ഇതിലേതിലെങ്കിലും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം, എല്ലാത്തിലും ഫോക്കസ് ചെയ്യാം, പറ്റുമെങ്കിൽ എല്ലാത്തിലും ഫോക്കസ് ചെയ്യാം. പുതിയ ജോയിനിങ് ഫോക്കസ് ചെയ്യുക, ടെർമിനേഷൻ ഒഴിവാക്കാൻ ഫോക്കസ് ചെയ്യുക, സെയിൽ ഫോക്കസ് ചെയ്യുക, ടാർഗറ്റ് ഫോക്കസ് ചെയ്യുക, അതുപോലെ പുതിയ ഔട്ട്ലെറ്റ് കൊണ്ടുവരാൻ ഫോക്കസ് ചെയ്യുക. ഇനി എല്ലാത്തിലും പറ്റുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിലായിക്കോളൂ, യു ബിക്കം എ മാസ്റ്റർ ഓഫ് ഇറ്റ്. പക്ഷെ എന്തിലാണെങ്കിലും ചെയ്ത് ഗ്രോത്ത് കൊണ്ടുവരണം. അല്ലാതെ ഞാൻ ആർസിഎംകാരനാണ്, ഞാൻ ആർസിഎംകാരിയാണ് എന്ന് പറഞ്ഞ് വെറുതെ കുറച്ച് ഹെൽത്ത് കാർഡും ആട്ടയും വാങ്ങിച്ച് ഭക്ഷണം കഴിച്ചിരുന്ന് ആർസിഎം ഉണ്ടാക്കരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോ
2026 ഏറ്റവും വലിയ ഗ്രോത്ത് ഈ ഡിസംബർ മാസത്തിലാവട്ടെ. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയുക ഇൻവോൾവ്മെന്റ് ഉണ്ടാകും, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകും. കഴിഞ്ഞ മാസത്തേക്കാൾ കൂടുതൽ വോളിയം ജനറേറ്റ് ചെയ്യാനുള്ള പ്രവർത്തനം എൻ്റെ ഭാഗത്തുണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങളിലൂടെ പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വിഷ് ഓൾ ദ ബെസ്റ്റ്. JRCM.